ഹലോ. നമ്മളിന്ന് സംസാരിക്കാൻ പോണത് ചൈൽഡ് സൈക്കോളജി, ചൈൽഡ് മെന്റൽ ഹെൽത്ത്, പാരന്റിങ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. നമുക്ക് ഇന്ന് ഈ ഡിസ്കഷനിൽ നമ്മുടെ കൂടെ ഉള്ളത് കേരളത്തിലെ വൺ ഓഫ് ദി എക്സ്പേർട്സ് ഇൻ ചൈൽഡ് സൈക്കോളജി ആയിട്ടുള്ള ഡോക്ടർ മുഹ്സിന ലുബൈബ ആണ്. മാം ഓൾമോസ്റ്റ് 2 decades 16+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് സൈക്കോളജി ഫീൽഡിലുണ്ട്. ലാസ്റ്റ് 8 ഇയേഴ്സ് ആയിട്ട് ചൈൽഡ് സൈക്കോളജിയിൽ മാത്രമായിട്ട് സ്പെസിഫൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Along with ma'am the practice in as a psychologist, ma'am currently Talur Nilagiri College of Arts and Science in the Dean of Psychological Sciences School in the Dean ആയിട്ട് വർക്ക് ചെയ്യാണ്. മാം ഫൗണ്ടർ ഡയറക്ടർ ഓഫ് കിൻസുഗി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ആൻഡ് ക്ലിനിക്കിന്റെ ചീഫ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ മാമിലേക്ക് നമുക്ക് എത്താം. ഹലോ മാം. ഹായ്. കിൻസുഗിയാണ് മാമിന്റെ സെന്റർ. എന്താണ് കിൻസുഗി? കിൻസുഗി പറഞ്ഞാൽ ജാപ്പനീസ് ആർട്ട് ഓഫ് ഈ പൊട്ടിപ്പോയ പാത്രങ്ങളൊക്കെ ഇല്ലേ, അത് സ്വർണം വെച്ച് വീണ്ടും പഴയതുപോലെ ആക്കി, പഴയതിലും ബെറ്റർ ആക്കണ ഒരു ജാപ്പനീസ് കോൺസെപ്റ്റ് ആണ്. സോ ആ ടേം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ കാലമായിട്ട് ഇഷ്ടമുള്ളതാണ്. ഒരു ഫേം തുടങ്ങുമ്പോൾ പേരിടണം എന്ന് വെച്ചിരിക്കുകയാണ്. ബിക്കോസ് ഐ വുഡ് സേ ഇറ്റ്സ് ഓക്കെ ടു ബി ബ്രോക്കൺ. ബ്രോക്കൺ ആവുന്നതിന് കുഴപ്പമില്ല. യു ക്യാൻ ഓൾവേസ് ബിൽഡ് ബാക്ക്, റൈറ്റ്? അപ്പോൾ പൂർവാധികം ഭംഗിയായിട്ട് വിൽ ഹെൽപ്പ് യു ബിൽഡ് ബാക്ക് ഇഫ് യു ആർ ബ്രോക്കൺ എന്നുള്ളതാണ് കിൻസുഗിൻ്റെ ടാഗ് ലൈൻ. ആൻഡ് എസ്പെഷ്യലി ഐ തിങ്ക് ദാറ്റ്സ് വാലിഡ് ബിക്കോസ് ഇപ്പം എല്ലാവരും പെർഫെക്ഷന് വേണ്ടി നടക്കുന്ന ടൈമാണ്. യു ഹാവ് ടു ബി പെർഫെക്റ്റ് ഇൻ ദാറ്റ്. അതിൽ നന്നാവണം, അതിൽ ബെസ്റ്റ് ആവണം. അതൊക്കെ നടക്കുന്ന സമയത്ത് I think I would say it's okay not to be perfect. It's also okay to be broken. We can always build back. Adana concept. And it's not just for children, for adults also. Okay. But first, let's discuss about how actually you started thinking about നിങ്ങൾ എങ്ങനെയാണ് ഈ ചൈൽഡ് സൈക്കോളജിയും ചൈൽഡ് മെന്റൽ ഹെൽത്തും പാരന്റിങ്ങും ഇതിലേക്കൊക്കെ എത്തണം എന്നുള്ള ഒരു ജേർണി എന്തുകൊണ്ടായിരിക്കും ഇതിലേക്ക് എത്തിയത്? ഒന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. റൈറ്റ്. നമുക്ക് ഷൈമ ഞാനൊക്കെ ഡിഗ്രി PG എല്ലാം സൈക്കോളജി പഠിച്ച് വന്നിട്ട് നമുക്കറിയാം നമ്മുടെ ഓപ്ഷൻസ് യൂഷ്വലി എൻഡ് ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിയിലെ MPhil PG കഴിഞ്ഞിട്ട് അത് ചെയ്യുന്നു. അതിൽ ഒന്നെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൺസൾട്ടൻറ്റ് സൈക്കോളജി, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ഫീൽഡ് ഇരിക്കുന്നത്. ഇപ്പോൾ കുറേ സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്, എന്നാൽ പോലും ലിമിറ്റഡ് ആണ്. ഞാൻ പഠിച്ചിറങ്ങിയ ടൈമിൽ കുറച്ച് PhD ഒക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഓൺകോളജിയിലായിരുന്നു, ക്യാൻസർ റിലേറ്റഡ് ആയിരുന്നു എൻ്റെ ഒരു ഏരിയ. ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. സോ PhDൻ്റെ ടോപ്പിക് ക്യാൻസർ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ലുക്കീമിയ സെൻറ്റർ ഉണ്ട് ഫോർ ചിൽഡ്രൻ. സോ അവിടെ പോയി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ കുട്ടികളെ കാണുമ്പോൾ തുടങ്ങി കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. റിസർച്ച് ഡാറ്റ കളക്ഷൻ അതിന്റെ ആവശ്യത്തിന് പോയതാ? ഡാറ്റ കളക്ഷൻ ഇന്റർവെൻഷനൊക്കെ വേണ്ടിയിട്ട്. മെഡിക്കൽ കോളേജിൽ പെർമിഷൻ കിട്ടിയില്ല. നമ്മൾ പല പ്രാവശ്യം വിസിറ്റ് ചെയ്തു, കിട്ടിയില്ല. അഡൽട്സിലാണ് PhD കംപ്ലീറ്റ് ചെയ്തത്. ബട്ട് സ്റ്റിൽ അന്ന് തുടങ്ങി കാണുമ്പോൾ കുട്ടികളിൽ സഫർ ചെയ്യണത് കാണുമ്പോഴേ തുടങ്ങി അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രാക്ടീസ് തുടങ്ങിയ സമയത്തും ആസ് എ സൈക്കോളജിസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ലൈക്ക് ഫ്രഷ് ഔട്ട് ഓഫ് കോളേജ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ റിയലൈസ് ചെയ്ത ഒരു കാര്യമായിരുന്നു, പലപ്പോഴും കുട്ടികൾക്ക് ഇഷ്യൂ ഉണ്ട്, പഠിക്കണില്ല, പറഞ്ഞ അനുസരിക്കണില്ല, ഭയങ്കര വികൃതിയാണ്. ഇതൊക്കെയാണല്ലോ നമ്മൾ യൂഷ്വലി കാണുന്നത്. മെയിൻ വിഷയം പഠിക്കണില്ല, എത്ര പഠിച്ചാലും ഓർമ്മ നിൽക്കണില്ല, ഇതൊക്കെ. അപ്പം ആ കുട്ടികളോട് സംസാരിക്കുമ്പോൾ എനിക്ക് വീണ്ടും തോന്നാൻ തുടങ്ങി ഈ കുട്ടികൾക്കൊന്നും പ്രശ്നമായിട്ട് ആക്ച്വലി ഇല്ല, പക്ഷെ എന്നിട്ടും പാരൻസ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ പാരന്റിങ്ങിൽ കാര്യമായ മാറ്റം വരുത്തണമെന്ന് അന്ന് മുതൽ എനിക്ക് തോന്നുമായിരുന്നു. അപ്പം നാച്ചുറലി എൻ്റെ ഒരു അപ്രോച്ചും പാരന്റിങ്ങിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു, എന്തെങ്കിലും പാരൻസിന് വേണ്ടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച പല ബിഹേവിയറിസ്റ്റ് അപ്രോച്ചുകളും കുട്ടികളിൽ പണിഷ്മെന്റ്സ്, ബിഹേവിയർ മോഡിഫിക്കേഷനിലുള്ള ടൈം ഔട്ട്, ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓൾറെഡി ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ പിന്നെയും ടൈം ഔട്ടിലേക്ക് അയക്കണേ. അപ്പം ടൈം ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി കേൾക്കുന്ന കുട്ടികളെ കൊണ്ട് സൈക്കോളജിസ്റ്റ് അടുത്ത് പോവുകയാണെങ്കിൽ കൊടുക്കുന്ന ഒരു വഴിയാണ് കുറച്ചു നേരം അവരെ മാറ്റി നിർത്തുക, അവരും മിണ്ടാതിരിക്കുക, കൈൻഡ് ഓഫ് ഉണ്ടല്ലോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവർ നോർമൽ ആയിക്കോളും, കരയാണെങ്കിൽ അവിടെ ഇരുന്ന് കരയട്ടെ. അപ്പൊ അതൊന്നും എനിക്കതൊരിക്കലും എൻ്റെ പ്രാക്ടീസ് തുടങ്ങി പാരന്റ്സിന്റെ അടുത്തും കുട്ടികളിൽ കേൾക്കുമ്പോഴേ നിങ്ങൾ ഇതിനെ കുറിച്ച് അത്ര ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യണില്ല. നമ്മൾ പഠിച്ചതിൽ നിന്ന് തന്നെ ഈ ഒരു അപ്രോച്ചിനോട് എനിക്കൊരു യോജിപ്പില്ലാത്തത് കൊണ്ട് തന്നെ
ഞാൻ കൂടുതൽ വായിക്കാനും എങ്ങനെയാണ് കുട്ടികളെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വായിക്കാനായിട്ടും കുറച്ചുകൂടി ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചിനെ കുറിച്ചിട്ടുള്ള ടോക്കുകൾ കേൾക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുമായിരുന്നു. ഒരു ഒരു ഐ വുഡ് സേ ഒരു കോളിംഗ് ആയിരുന്നു. ചൈൽഡ് ഏരിയയിൽ എന്തെങ്കിലും ചെയ്യണം, കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ബിക്കോസ് നമുക്ക് ഡോക്ടേഴ്സ് ആണെങ്കിൽ ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ട്. പക്ഷേ സൈക്കോളജിയിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അഡൾട്ട് സൈക്കോളജിസ്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ മാറിയിട്ടുണ്ട്. അപ്പോഴേ ചിൽഡ്രന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് അവരുടെ രീതികൾ. അപ്പൊ അതിന് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ചൈൽഡ് സൈക്കോളജിയിലോട്ട് വരുന്നത്. സോ ഇൻ 2017 നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്ലേ തെറപ്പിയിൽ ഒരു 2 days വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി, ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പ്, യൂണിവേഴ്സിറ്റി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട് ചെയ്ത വർക്ക്ഷോപ്പ് ആയിരുന്നു. പക്ഷെ അവിടെ വന്ന് നമുക്ക് ക്ലാസ് എടുത്തത് പുറത്തുനിന്ന് പ്ലേ തെറപ്പി പഠിച്ച് ഡോക്ടർ ഷെറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേ തെറപ്പിസ്റ്റ്, ബാംഗ്ലൂർ ബേസ്ഡ്. സോ അന്ന് മുതൽ ഓക്കെ ദർ ഇസ് വേറെ ഒരു ഓപ്ഷൻ തുറന്നു കിട്ടിയ സന്തോഷം. 2019 അവർ ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലേ തെറപ്പി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് UK ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ 2019 ദേ സ്റ്റാർട്ടഡ് ദ കോഴ്സ് ഇൻ ഇന്ത്യ. അതിന്റെ ഫസ്റ്റ് ബാച്ച് തന്നെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണ് പ്ലേ തെറപ്പിയിലേക്ക് എത്തുന്നത്. ആൻഡ് ദെൻ പ്ലേ തെറപ്പിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. കോവിഡ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. സെമിനാറുകൾ, കോൺഫറൻസുകളൊക്കെ ഓൺലൈനായിട്ട് അവൈലബിൾ ആയി. അപ്പം വേൾഡ് വൈഡ് നടക്കുന്ന കുറേ റിസർച്ചുകളെ പറ്റി അറിയാനും കുറേ ആൾക്കാർ, ന്യൂ സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്യാട്രിസ്റ്റ് കുട്ടികളുടെ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന അവരുടെ ടോക്ക് കേൾക്കാനും ബുക്ക് വായിക്കാനും ഒക്കെ സാധിച്ചു. ഡാനിയൽ സീഗൽ പറഞ്ഞിട്ടുള്ള സൈക്യാട്രിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ വ്യൂസ് തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ദെൻ ദർ ഇസ് ഡോക്ടർ ലോറ മാർക്കം എന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. സോ അവരുടെയൊക്കെ ടോക്ക് കേൾക്കാനും ഒക്കെ കാരണമായപ്പം കോൺഫിഡൻസ് കൂടി. അപ്പൊ ചൈൽഡ് സൈക്കോളജി തന്നെയാണ് എൻ്റെ ഏരിയ എന്ന് ഒരു തിരിച്ചറിയുണ്ടാവുന്ന ഐ വുഡ് സേ കോവിഡ് ടൈമിലാണ്. അനദർ തിങ് വാസ് കോവിഡ് ടൈമിൽ തന്നെ ഒരുപാട് കുട്ടികളെയും കൊണ്ട് പാരന്റ്സിന് ഇഷ്യൂ ഉണ്ടായിരുന്നത്. നേരിട്ട് വരാൻ പറ്റാത്തപ്പോൾ ഓൺലൈനായിട്ടും ഒക്കെ ചോദിക്കുമ്പോൾ നമ്മളൊരു ഒരു ഡിഫറെന്റ് അപ്രോച്ചിൽ ഡീൽ ചെയ്യുമ്പോൾ നല്ല റിസൾട്ടും വരാൻ തുടങ്ങി. സോ അത് സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി പാരന്റ്സ് നിങ്ങൾക്ക് കോവിഡ് ടൈമിൽ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ ദാറ്റ് മേഡ് മീ സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി. നിങ്ങൾ അപ്പോഴേ ഒരു സർട്ടിഫൈഡ് പ്ലേ തെറാപ്പിസ്റ്റ് ആണ്? ഇല്ല, ഐ സ്റ്റാർട്ടഡ് ഇൻ 2019. പിന്നെ അത് ബ്ലോക്ക് വന്നു. ആൻഡ് ദെൻ 2021 ഒക്കെ ആയപ്പോഴാണ് സർട്ടിഫിക്കറ്റ് ഡിഫറെന്റ് ലെവൽസ് ആണ്. ഫസ്റ്റ് ലെവൽ ക്ലിയർ ചെയ്യണത്. ആൻഡ് ദെൻ ഡിപ്ലോമ സെക്കൻഡ് ലെവലാണ് പ്ലേ തെറപ്പി. അതിപ്പോൾ റീസെന്റ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് ഐ എം സ്റ്റിൽ കണ്ടിന്യൂയിങ് പ്ലേ തെറപ്പിൻ്റെ ഒരു സൈഡിൽ നടക്കണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പോഡ്കാസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഇൻ സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി ആയിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടാനും നമ്മളെ എൻറിച്ച് ചെയ്യാനും പറ്റുന്നുണ്ട്. ആൻഡ് റിസൾട്ട് വരുന്നുണ്ട്. മാഡം, വി ഹാവ് ടു നോ ദാറ്റ് പ്ലേ തെറാപ്പി പ്രാക്ടീസ് എന്ന് പറഞ്ഞ സംഭവം വളരെ എഫിഷ്യൻ്റ് ആയി ചെയ്യണ കൂട്ടത്തിൽ തന്നെ മാം നീലഗിരി കോളേജ് ആർട്സ് ആൻഡ് സയൻസ് താളൂര് അവിടുത്തെ സ്കൂൾ ഓഫ് സൈക്കോളജിക്കൽ സയൻസസിൻ്റെ ഡീനാണ്. അപ്പം ടീച്ചിങ് ഫാക്കൽറ്റി ഒരു 2 ഏരിയാസ് പ്രോമിനൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഒരേപോലെ കൊണ്ടു നടക്കുന്ന ആളാണെന്ന് വി ഹാവ് ടു നോ. അപ്പം മാം പ്രാക്ടീസിലേക്ക് കൂടുതലേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പം പിന്നെ യു സ്റ്റാർട്ടഡ് ഡിവൈസിങ് യുവർ ഓൺ വേ ഓഫ് ഡീലിംഗ് വിത്ത്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പഠിക്കണത് വാസ് ബേസ്ഡ് ഓൺ ബാംഗ്ലൂർ UK ഒക്കെ ആയിരുന്നു. അപ്പം കേരളത്തിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുകയാണല്ലോ ബേസിക്കലി ബത്തേരി അല്ലേ? അപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യണ സമയത്ത് ആൻഡ് ഓൾസോ വി ഹാവ് ടു നോ ദാറ്റ് മാം ഫൗണ്ടർ ഡയറക്ടർ ഓഫ് കിൻസുഗി ചൈൽഡ് ഡെവലപ്മെന്റ് അല്ലേ? എങ്ങനെയാണ് ഒരു പാരന്റിങ് അല്ലെങ്കിൽ ചൈൽഡ് കെയർ ഈ പറഞ്ഞ രീതിയിൽ ഹൗ ആർ യു ടോക്കിംഗ് ടു ദിസ് ക്ലയൻസ്? റൈറ്റ്. ചൈൽഡ് സൈക്കോളജിയിൽ നമുക്ക് കുട്ടികൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാന്ന് ആലോചിക്കുമ്പോൾ നാച്ചുറലി പാരന്റിങ്, ഞാൻ പറഞ്ഞല്ലോ, പാരന്റിങ് ആണ് കാര്യമായിട്ടൊരു മാറ്റം വരേണ്ട ഏരിയ എന്നുള്ളത് ഭയങ്കര ക്ലിയർ ആയി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഫുൾ പാരന്റിങ് വീഡിയോസ് അല്ലേ? എല്ലാവരും പാരന്റിങ്ങിനെ സംസാരിക്കുന്നു. ഒത്തന്റിക് ആയിട്ടുള്ളവരും അല്ലാത്തവരും ഇഷ്ടം പോലെ കോഴ്സുകൾ നടക്കണം ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നടക്കുന്ന ആ ഒരു ഐ വുഡ് കോൾ ഒരു റെവല്യൂഷൻ ആയിട്ട് നടക്കുന്ന ആ ഒരു പാരന്റിങ് അവയർനെസ് എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ട്. പഴയ പാരന്റ്സ്, ഇപ്പൊ എൻ്റെ ഷൈമേൻ്റെ ഒക്കെ പാരന്റ്സിന് ഓൾറെഡി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പൊ കേൾക്കുന്ന പാരന്റിങ് കുട്ടികളെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ഓൾറെഡി അവരും ഒരു ഗിൽറ്റ്, ഷെയിം അതിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥ.
അതുപോലെ ഇപ്പൊ കുറ്റപ്പെടുത്തി, നാണം കുറ്റ കെടുത്തി അങ്ങനെയാണ് അതെ, അവർക്ക് പാരന്റ്സിനെ അവർ തന്നെ സ്വയം പഠിപ്പിക്കണത്. കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഇല്ലേ? തോന്നില്ല? കുട്ടി കരഞ്ഞാല് വാപ്പാക്കും ഉമ്മാക്കും മോശം, അങ്ങനത്തെ ഒരു കുറ്റപ്പെടുത്തല്. റൈറ്റ്. അത് ഇപ്പത്തെ പാരന്റിങ്ങില് ഉം. എന്താ പറയാ, നമ്മുടെ പാരന്റ്സിന് തന്നെ ഉം. അയ്യോ നമ്മൾ ചെയ്ത് ശരിയായില്ലല്ലോ എന്ന് തോന്നുന്ന പാരന്റ്സ് ഉണ്ട്, കുറച്ച് ഓക്കെ. പേരുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ അല്ലെങ്കിൽ ഒന്നും കൂടി യങ്ങർ ജനറേഷൻ ഒക്കെ ഉള്ള അവരുടെ പാരന്റിങ്ങിലും ഇങ്ങനെയല്ല ചെയ്യണ്ടേ അങ്ങനെയല്ല ചെയ്യണ്ടേ കേൾക്കുമ്പോഴുള്ള അവർക്കും ഇനി എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ അതെല്ലായിടത്തും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ശരിക്കും അങ്ങനെയല്ലേ അവര് പാരന്റിങ്ങില്. വീട്ടിലിരുന്നിട്ടാണെങ്കിലും കേൾക്കണതും വീഡിയോസിലും റീൽസിലും കൂടുതലും എല്ലാവരും പറയണത്, ഇപ്പം സെഷൻസിന് പോവാണെങ്കിലും പാരന്റ്സിന്റെ അടുത്ത് ഇങ്ങനെ യു ഷുഡ് ബി ടേക്കിംഗ് കെയർ ഓഫ് ദിസ്, ഇങ്ങനെ ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യണം. ഈ സാധനം വരുമ്പോൾ ബേസിക്കലി പാരന്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു ഗിൽട്ട് ആയിരിക്കും ഫീൽ ചെയ്യുക. അങ്ങനെയാണ് എനിക്ക് 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 ഫീൽ ചെയ്തത് അങ്ങനെയാണ്. നമ്മൾ ആണോ? കാണുന്നത് മുഴുവനും ഇങ്ങനെ പാരന്റ്സിനെ ഒരു അല്ല കുറ്റപ്പെടുത്തണ മാതിരിയുള്ള ഒരു പാരന്റ്സ് നമ്മുടെ അടുത്ത് സെഷനിൽ ഇരുന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാഞ്ഞിട്ടാണ് നിങ്ങൾ ഇത്രയും ഇങ്ങനെ പറയണത്. നിങ്ങൾ എന്റെ കുട്ടിന്റെ അടുത്ത് ഞാൻ എങ്ങനെ അനുഭവിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് അപ്പുറത്തിരുന്ന് പറഞ്ഞു ചില ഭയങ്കര റേജ് വരുമ്പോ അവരങ്ങനെ പറയും നമ്മളടുത്ത്. റൈറ്റ്. അത് ആൻഡ് ഐ ആം അബ്സല്യൂട്ട്ലി ആ പാരന്റിനോട് എഗ്രി ചെയ്യുന്നു. ആ. നമുക്കല്ലല്ലോ അറിയുന്നത്. നമ്മൾ സൈക്കോളജിസ്റ്റുകളായിരിക്കാം, നമ്മൾ പ്രാക്ടീഷണേഴ്സ് ആയിരിക്കാം. പക്ഷെ എപ്പോഴും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട പാരന്റിങ്ങിലല്ല, ഇൻ ജനറൽ ഇൻ സൈക്കോളജി, നമ്മുടെ ക്ലയന്റ് ഈസ് ദി എക്സ്പെർട്ട് ഓഫ് ദെയർ ലൈഫ്. നമ്മളൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന ആൾക്കാരാവുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതെ. അപ്പൊ ആ രീതിയിലുള്ള പാരന്റിങ് കുറേ ടോക്കുകൾ വരുന്നതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പാരന്റ്സിനെ കുറ്റപ്പെടുത്തിയോണ്ടോ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞോണ്ടോ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അല്ലാത്ത കുറേ തിയറിറ്റിക്കലായിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടോ കാര്യമില്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഫ്രം പ്രാക്ടീസ് വന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് ഈ പാരന്റ്സ് എന്താ ഇങ്ങനെ, ശരിക്കും ഇങ്ങനെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിക്കുന്നതും വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മക്കളിനെയൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്താണ് ഇവർ കാട്ടിവെച്ചതെന്ന് തോന്നിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പാരന്റ്സിനോട് ദേഷ്യം വന്ന ഒരു സന്ദർഭം. നിങ്ങളടുത്തേക്ക് പേഷ്യൻസിനെ കുട്ടികളെയും കൊണ്ട് ക്ലയൻസ് ആയിട്ട് വരുന്ന പാരന്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഫസ്റ്റിലൊക്കെ തോന്നിയിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ എന്താണ്. പിന്നെ റിയലൈസ്ഡ് യുനോ അവർക്ക് അറിയാഞ്ഞിട്ടാണ്. ഓക്കെ. പാരന്റ്സിന് പലപ്പോഴും കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് അവർ പലതും ചെയ്യണത്. അതിന്റെ ബേസ് ഇത്രേ ഉള്ളൂ ഷൈമ. ആ കുട്ടികളുടെ പാരന്റ് ആ കുട്ടികളെ സ്നേഹിക്കണ പോലെ ലോകത്ത് വേറെ ആരും സ്നേഹിക്കണില്ല. ഉണ്ടോ? ഇല്ല. ഇല്ല. സോ എന്റെ കുട്ടീന്റെ ബെസ്റ്റ് പാരന്റ് ഞാൻ തന്നെയാണ്. ഞാൻ സ്നേഹിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് വേറൊരാൾ സ്നേഹിക്കണില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മളടുത്ത് വരുന്ന ക്ലയൻസും. അവരുടെ മക്കളിനെ അവരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പൊ അവരെന്തെങ്കിലും ചെയ്തതിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുന്നുണ്ട്. അത് ഞാനടക്കം നമ്മൾ ഇതൊന്നും 100% കറക്റ്റ് ആയിട്ട് പോണതല്ല. അപ്പൊ കൂടുതൽ കുറെ പ്രശ്നങ്ങൾ വരുന്ന പോകുന്ന പാരന്റ്സ് ഉണ്ട്. അപ്പം അവരെ ബ്ലെയിം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു ബേസ് ആയിട്ട് ഞാൻ ഫ്രം പ്രാക്ടീസ് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പാരന്റ്സിനെയും കൂടി കൂട്ടിപ്പിടിച്ചിട്ടാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. ബ്ലെയിം ചെയ്യേണ്ടടുത്ത് ബ്ലെയിം ചെയ്യണം. അത് കേസസ് ഉണ്ട്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ട് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത പാരന്റ്സ് ഉണ്ട്. അത് വേറെ കേസ്. അപ്പോൾ ഫസ്റ്റ് വരുമ്പോ തന്നെ നമ്മൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ. പലപ്പോഴും അതെന്ന് പറയുമ്പോ പാരന്റിന്റെ ഉള്ളിൽ തന്നെ ഒരു 10,000 വട്ടം തലയിൽ കിടന്ന് കളിക്കുന്ന ഒരു സാധനമായിരിക്കും അല്ലേ? ഞാൻ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും കുട്ടി ഫോൺ ഉപയോഗിച്ചത്, അല്ലെ ഞാൻ ഒച്ചിടാൻ പാടില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും കുട്ടി ഒച്ചിട്ടത്. ഈ സാധനം ഇങ്ങനെ ഉള്ളിൽ കളിച്ചിട്ടാണ് അവസാനം നമ്മളെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മളും അത് തന്നെ നിങ്ങളിത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പോയിന്റ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഇറ്റ്, ഇതന്നെ ഇവർക്കും പറയാനുള്ളത്. സോ വൈ ഷുഡ് ഐ കം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ വരും അല്ലേ? വൈ ഷുഡ് ഐ കമ്മിനേക്കാളും ദേ ആർ റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ്. അത് അവർ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഇത് ഓൾറെഡി അവർക്ക് അറിയാം, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് യുനോ അങ്ങനെ നമ്മൾ ഒന്നും കൂടെ കുറച്ചൊരു ഡെപ്തില് ഈ പാരന്റ്സിനെയും കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇതിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും കുട്ടികളുടെ കാര്യത്തിൽ. റൈറ്റ്. അല്ലാതെ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മളടുത്തേക്ക് വരുന്നു, നമ്മൾ ഒരു കുറച്ച് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സം അപ്രോച്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നു, കുറച്ച് നാളത്തെ കുട്ടി ഓക്കെ ആവുന്നു, വീണ്ടും ഇതേ സാധനം റിപ്പീറ്റ് അടിച്ച് വരുന്നു. അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ പാരന്റ്സ് ഡെഫിനറ്റ്ലി വേണം. മാത്രമല്ല നമ്മൾ വീക്ക്ലി വൺസ് കാണുന്നുണ്ടാവും കുട്ടീനെ, അല്ലെങ്കിൽ മേ ബി മന്ത്ലി വൺസ് കാണുന്നുണ്ടാവും. ഫുൾ ടൈം കുട്ടീന്റെ കൂടെ നിൽക്കുന്ന പാരന്റ്സ് ആണ്. അപ്പം അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റെഗുലർ ആയിട്ട് ഈ മാറ്റം വീട്ടിൽ കിട്ടുകയല്ലേ. സോ
പാരന്റ്സിനെ കുറ്റം പറയുന്നതിന് പകരം അപ്പൊ അവരെയും ഈ കൂടി കുറ്റം പറയൽ കൂട്ടിപ്പിടിക്കുക. എന്ന് പറയുമ്പോൾ മാഡം തന്നെ എൻ്റെ അടുത്ത് പറയുണ്ടായി, കുറ്റം പറയൽ എന്ന് പറയുമ്പോൾ ആസ് സച്ച് ഒരു ബിഹേവിയർ ഉണ്ടാവുമ്പോഴല്ല പാരന്റ്സിന്റെ കുറ്റം പറയൽ തുടങ്ങണത്. റൈറ്റ്. പ്രഗ്നൻസി മുതൽ ചിലപ്പോൾ തുടങ്ങണുണ്ടാവും, അതൊക്കെ അപ്പോഴേ അവർ കേട്ട് അല്ലേ. ഇപ്പം അതെ. മാഡം പ്രഗ്നന്റ് വിമണിന് തടി കൂടിയതിന് ചിലപ്പം അവര് തടി കൂടി കുട്ടി തടി കൂടും അങ്ങനത്തെ സംഭവം വരും, ഉം. അല്ലെങ്കിൽ വെയിൽ കൊള്ളാത്തതിന് ചിലപ്പം പാരന്റിനെ കുറ്റപ്പെടുത്തും. പിന്നെ കിടക്കണ ഇങ്ങനെ പല സാധനത്തിലും അല്ലേ പാരന്റിനെ കുറ്റപ്പെടുത്തും. പ്രസവിച്ചു കഴിഞ്ഞാലും അതെ, അതെ. സ്ഥിരമായിട്ട് കേൾക്കാറുള്ള കുറെ കുറ്റപ്പെടുത്തലുകൾ എന്താണ്, ഉം. ആ, പാലില്ല, കുഞ്ഞിന് പാലില്ല എന്ന് പറഞ്ഞു ആ, കഴിഞ്ഞാല്, കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാല്, ആ, ഒരു മദർ എന്നുള്ള നിലയ്ക്ക് ഷൈമക്ക് എനിക്ക് റിലേറ്റ് ചെയ്യാൻ അതെ അതെ പറ്റും. നമ്മൾ കേൾക്കണ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിലൊരു കാര്യം കൂടി പറയട്ടെ ഷൈമ. ഉം, പാരന്റ്സ് ഉം, എന്ന് പറയുമ്പോൾ, ഉം, അല്ലെങ്കിൽ സ്കൂളിൽ ഒരു പാരന്റ് മീറ്റിംഗ് ഉണ്ടാവുമ്പോൾ ആഹാ. ആരാ വരുന്നത്? അതെ, ആ, നമ്മൾ പറഞ്ഞാൽ അത് മദറിനാണ് ശരിക്കും വരാല്ലേ. അതെ. മിക്കവാറും പാരന്റ്സ് മീറ്റിംഗ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പൊ ഞാൻ പറയാറുണ്ട്, പാരന്റ്സ് മീറ്റിംഗ് അല്ല, ഇത് മദേഴ്സ് മീറ്റിംഗ് ആണ്. പാരന്റ്സ് റേർലി. മീറ്റിങ്ങിന്റെ വീഡിയോസ് കാണുമ്പോ അമ്മമാരെ എന്നും പറഞ്ഞിട്ടാണ് അതെ, എല്ലാവരും അത് അഡ്രസ് ചെയ്യൽ തന്നെ അതെ, അതെ. വരാറ്. അപ്പൊ അതില് ഇൻഹെറന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പാരന്റിംഗ് എന്നുള്ളത് അമ്മമാരുടെ മാത്രം ഒരു ജോലിയായിട്ട് വരുന്ന ഒരു പ്രശ്നം. ഉം, 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 രണ്ടാമത്, അമ്മമാരിനെയാണോ എല്ലാം കുറ്റം പറയാ. ആസ് യു സെഡ്, പ്രഗ്നൻസി മുതല്. ഉം, ഉം, ഉം. ആ പ്രഗ്നന്റ് ആവുന്ന മുതൽ വണ്ണം കൂടി അധികം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആവശ്യമുള്ള ഭക്ഷണം പോലും കഴിക്കാൻ പേടിക്കുന്ന അതെ. പെൺകുട്ടികളെ ഉം, നമുക്കറിയാം. ഉം, പിന്നെ അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി ടൈമില് ഉം, പല ചില ട്രഡീഷണൽ വിസ്റ്റം പഴമക്കാർ പറയണതൊക്കെ ഉം, കാര്യമുള്ളതുണ്ട്. ഉം, പക്ഷെ ഉം. ആ, ഒരു കാര്യമില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്. ആ, ഉണ്ട്, പല ഉണ്ട്. പല കുട്ടികൾക്കും റെസ്റ്റ് എടുക്കേണ്ട ടൈമിൽ പോലും ഞങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, അങ്ങ് എണീച്ച് നടന്നോട്. ആ, അതെ അപ്പം അതെ. ഈ ഈ പറയുന്ന കുറ്റപ്പെടുത്തലുകൾ കുഞ്ഞുണ്ടാവുന്നതിന്റെ മുന്നേ തുടങ്ങി കേൾക്കും. ഉം, ഉം. അത് കഴിഞ്ഞ് ഡെലിവറി സിസേറിയൻ കഴിയുമ്പോ ആയി കഴിഞ്ഞാൽ പോലും ഞങ്ങളൊക്കെ അടിച്ചുവാരി തുടച്ച് പാത്രം കഴുകി എല്ലാം എന്താ അതിന്റെ ഇടയിൽ ചെയ്തിരുന്നു. കൂടെ പ്രസവിച്ചു ആ, വന്ന അപ്പൊ സങ്കടങ്ങൾ പറയും. നിങ്ങളിപ്പോ സിസേറിയൻ ആണ് ഇപ്പത്തെ പെൺകുട്ടികൾ അങ്ങനെയാണ് എന്നുള്ളൊരു സിസേറിയൻ ആയിക്കഴിഞ്ഞാൽ മക്കളോട് സ്നേഹമില്ല എന്ന് പറയുന്ന ഒരു ടീംസും ഉണ്ട്. ആണോ? ആ, അങ്ങനെയുണ്ട്. പ്രസവിച്ചാൽ വേദന മാത്രമാണ് അറിയാത്തത് കൊണ്ടല്ലേ. അതെ, ഒട്ടും വേദന അറിയില്ലല്ലോ. സോ അങ്ങനെയുള്ള ഗിൽറ്റ് ഈ മദേഴ്സ് ആണെന്ന് ഓർക്കണം. ഉം. അത് കഴിഞ്ഞ് ചിലപ്പോൾ പാലുണ്ടായിട്ടില്ലെങ്കിൽ അതിനുള്ള ഗിൽറ്റ്. ആ. പാല് കൊടുക്കാൻ എങ്ങനെ എടുക്കുന്നത് എന്നുള്ളത്, ഉം. കുട്ടീനെ കുളിപ്പിക്കുന്നത്, കുട്ടീനെ ഡ്രസ്സ് എടുക്കുന്നത്. ഇനി കുട്ടി വെറുതെ കരഞ്ഞാൽ പോലും അതിന് മര്യാദയ്ക്ക് പാല് കിട്ടാഞ്ഞിട്ടായിരിക്കും എന്ന് പറയും. ഉം. അങ്ങനെ ലൈക്ക് ഈ കുഞ്ഞ് വയറ്റിലുള്ളപ്പോൾ മുതൽ അമ്മമാർ ഇത് കേൾക്കാണ്. ഉം, ഉം. അത് കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിൽ ചെല്ലുമ്പോഴാണ്, ആക്ച്വലി നമ്മളടുത്തേക്ക് എത്തുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴാണ് അല്ലേ. അതെ അതെ. സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ടീച്ചേഴ്സ് അടക്കം പറയാൻ തുടങ്ങുമ്പോഴാണ്. ഉം, ഉം. പിന്നെ അക്കാഡമിക്സ് നമ്മുടെ ഒരു ഫോക്കസ് ആണല്ലോ. ആ, ഇന്ത്യൻ അതെ സൊസൈറ്റി അതെ നമുക്ക് അതാണ് മെയിൻ. അതെ. ആ സമയത്താണ് വരുന്നത്. പക്ഷെ വാട്ട് ഹാപ്പൻസ് ഇസ്, ആ സമയത്ത് വരുന്നതിന്റെ മുന്നേ തന്നെ ഈ ഒരുപാട് ഗിൽറ്റ് അടിച്ചിട്ടുള്ള മദേഴ്സ് ഉം, ഉം. മക്കളെ ട്രീറ്റ് ചെയ്യുമ്പം ഉം. അവർക്ക് മര്യാദയ്ക്ക് പ്രോപ്പർലി ചെയ്യാൻ പറ്റുന്നത് പോലും ചെയ്യാൻ അതെ. പറ്റാത്തൊരവസ്ഥ ഞാൻ വന്നു കഴിഞ്ഞാൽ ആലോചിക്കായിരുന്നു ശരിക്കും പറഞ്ഞാല് നമ്മളിങ്ങനെ കുറ്റം കേട്ട് കുട്ടീന്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പം നമുക്ക് ശരിക്കും നന്നായിട്ട് ഹഗ് ചെയ്യും കിസ് ചെയ്യൊക്കെ ചെയ്യെങ്കിലും ചിലപ്പോ ഇങ്ങനെ തോന്നും ഞാൻ ശരിക്കും നല്ല പാരന്റ് ആണോ എന്നുള്ള സെൽഫ് ഡൗട്ട് ഒക്കെ അടിച്ചിട്ടായിരിക്കും റൈറ്റ്. അഫെക്ഷനും ബോണ്ടിങ്ങും ഒക്കെ ബാധിക്കുണ്ടാവും അതെ, ചില അതെ, അതെ. പാരന്റ്സിനൊക്കെ. ഭയങ്കരായിട്ട്. അപ്പൊ നമ്മുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീലിങ്സ് കുട്ടികളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഉം, ഉം, അത് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ കുട്ടികളുണ്ടാവും ഉം, സംസാരിക്കാത്തയൊക്കെ. അപ്പൊ നമ്മൾ അവരെ എടുത്തിരിക്കുകയാണെങ്കിൽ, ഉം, അവര് മുഖത്ത് നമ്മൾ നോക്കാതെ നമ്മൾ ഭയങ്കര മൂടിയാണെങ്കിൽ, ഷൈമ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, കുട്ടികളെ നമ്മളെ മുഖം ഇങ്ങനെ പിടിച്ചിട്ട് ഉം, ഉം. നമ്മളോട് ചിരിച്ചൊക്കെ കാണിക്കും. ആ, ആ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ, ആ, ആ. നമ്മളെ ഹാപ്പി ആക്കാൻ അത് ശ്രമിക്കും. അതെ അതെ. അവര് വർത്താനം പറയാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ദേ നോ ഉം. നമ്മുടെ ഫേസ് മാറുമ്പോൾ. ആ. അത് സൈക്കോളജി സ്റ്റുഡൻസ് കേൾക്കണുണ്ടെങ്കിൽ സ്റ്റിൽ ഫേസ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഉം, ഉം, യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഉം, എക്സ്പെരിമെന്റിൽ തന്നെ അത് കാണാം. ഉം, ഉം. സോ കുട്ടികൾക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. നമ്മൾ വാക്കാൽ പറയാതെ തന്നെ ഉം, സെൻസ് ചെയ്യാൻ പറ്റും. ഉം, ഉം, സോ ഓൾറെഡി ഇങ്ങനെ ഭയങ്കര വിഷമിക്കണ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ കേൾക്കണ മദറിനെ ഒരിക്കലും ഞാനൊരു നല്ല മദർ അല്ല എന്നുള്ള രീതിയിൽ ഉം, ഉം, കുട്ടികളെ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ ഉം, അത് തന്നെ അവിടെ ഒരു ആ മദർ ചൈൽഡ് ബോണ്ടിൽ ഉം, ഉം, ഉം. ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കാൻ അതെ അതെ സാധ്യതയുണ്ട്. അതെ. സോ അങ്ങനെയാണ് പിന്നെ സ്കൂളിൽ എത്തുമ്പോൾ ഉം, ഉം. പ്രശ്നങ്ങളായി അതെ വരുന്നതും. അതെ. ആ ആ സമയത്താണ് പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കണത്. ഉം, ഈ ഉം. കറക്റ്റ് ചെയ്യാൻ നോക്കണതും ഈ കുട്ടി പഠിച്ചില്ലെങ്കിൽ ആർക്കാ ചിത്തേക്കണേ? അതും മദറിന്. അതും മദറിനെയാണ് കേൾക്കുക. നീ നിനക്കെന്താ വേറെ ആ. ജോലിയില്ലേ? ലൈക്ക് ദാറ്റ് ഇത് മദറിന്റെ മാത്രം ഒരു ജോലിയാവുകയും മദറിന് ഓൾറെഡി ഇതിങ്ങനെ ഈ കുറ്റപ്പെടുത്തൽ ബർഡൻ ആവുകയും ചെയ്യുമ്പോൾ ഉം. അത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷ്വസ് സർക്കിൾ ഉണ്ടാക്കണേ. ഉം, ഉം, ഈ ഉം. ദേഷ്യം വരുമ്പോൾ മദർ അടിക്കുകയാണ് കുഞ്ഞിനെ. അതെ. അപ്പൊ ഈ അടീന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മള് ക്ലിനിക്കിന്ന് ഒരു അസസ്മെന്റ് പോയിരുന്നു. ഒരു സ്കൂളില് മാസിവായിട്ട് ഈ വിജയസ്പർശം കുട്ടികളുണ്ട്. അപ്പൊ അതില് 5th-ലെയും 6th-ലെയും കുട്ടികൾക്ക് അസസ്മെന്റ് പോയപ്പം ഞങ്ങൾ അസസ്മെന്റ് എടുക്കുമ്പോ കുട്ടികളെ ഇത് ചെയ്യണതിന്റെ ഇടയില് ജസ്റ്റ് അവരടുത്ത് ചോദിക്കണ സമയത്ത് എല്ലാ കുട്ടികളും പറഞ്ഞു പഠിക്കണ സമയത്ത് അടി കിട്ടാറുണ്ട്. ഉം.
വൈകുന്നേരം പഠിപ്പിക്കണ സമയത്ത് അടി കിട്ടാറുണ്ട്. അടിച്ചിട്ടാണ് അത് 5ാം ക്ലാസ് പഠിക്കണ കുട്ടി. ഉം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ LKG മുതൽ 5ാം ക്ലാസ് വരെ പഠിപ്പിക്കണ സമയത്ത് അടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കില് ഉം. എത്ര വർഷം അത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു കേൾക്കാന്. ഒന്ന് അടി കിട്ടണത്. ഉം. രണ്ടാമത് പിന്നെ അവർക്ക് പഠിത്തത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? അതെ. അവർക്ക് എപ്പോഴും അടി കിട്ടുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ പഠിക്കാതിരിക്കുമ്പോഴാണ്. ഇല്ല അങ്ങനെ തന്നെയാണ്. നമ്മള് ലേണിംഗിൽ അങ്ങനെ തന്നെയല്ലേ പഠിക്കുന്നത്. അതെ. അപ്പൊ പിന്നെ അവർക്ക് പഠിത്തം എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ. അപ്പൊ ഒരു പർട്ടിക്കുലർ സബ്ജക്ട് ഇപ്പൊ ഞാൻ കാണുന്ന കുട്ടികൾക്ക് ലാംഗ്വേജ് ബുദ്ധിമുട്ടായിട്ട് ഉം, കാണുന്നുണ്ട്. ഉം. ഇംഗ്ലീഷ് അല്ലാതെ മലയാളം, ഹിന്ദി, അറബിക് ഒക്കെ. ആഹാഹാ. അല്ലെങ്കിൽ പിന്നെ മാത്സ്. ഉം, ഉം. ഈ സബ്ജക്ട്സ്. അപ്പൊ അതിനായിരിക്കും കൂടുതൽ അടി കിട്ടുക. ഉം. അപ്പൊ അതിനോട് കൂടുതൽ ആവശ്യമാണ്. അതെ, അതെ. താല്പര്യം ഇല്ലാണ്ട് വരികയാണ്. അപ്പം ഇങ്ങനത്തെ അപ്പൊ ഈ കറക്റ്റിംഗ് എന്ന് പറയുമ്പോ അടിയായിട്ട് വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് ആണ് ഫസ്റ്റില് വരുന്നത് അല്ലേ? അപ്പം ഷൈമക്ക് അറിയാലോ ഞാൻ ജെന്റിൽ പാരന്റിങ്ങിന്റെ ആണ്. ആളാണ്. അടിക്കരുത് എന്ന് പറയുന്നത്. ഉം. പാരന്റിങ്ങിൽ അടീന്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കണേയും അത് സ്ട്രോങ് ആയി വിശ്വസിക്കുന്ന ആളാണ്. സോ അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു പാരന്റ് വരുമായിരിക്കും ഇങ്ങനെ അടിക്കുന്ന ഒരു കുട്ടീന്റെ അടുത്ത്. അപ്പം നമ്മൾ യൂഷ്വലി ആസ് സൈക്കോളജിസ്റ്റ് പറയും നിങ്ങൾ അടിക്കാൻ പാടില്ല ആ. എന്ന് പറയും. ഉം. പക്ഷെ ഞാൻ പറയുന്നത് അതിനേക്കാൾ അപ്പുറം ഉം. എന്തുകൊണ്ടാണ് ഈ അടിയിലേക്ക് എത്തുന്നത്? ഉം, ഉം, ഉം. അവിടെയാണല്ലോ കാര്യം കിടക്കുന്നത്. ഉം. ഇവരോട് നമ്മൾ അടിക്കരുത് എന്ന് പറയുന്നതോടുകൂടി ഉം. വീണ്ടും ഇവര് ഉം. അടിക്കാതിരിക്കാൻ പറ്റില്ല. ആ ടൈമില് അവർ ഫ്രസ്ട്രേറ്റഡ് ആയി അവർ അടിക്കണു. ഉം. ഇത് അടിക്കാൻ പാടില്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, അതെ. വീണ്ടും ഇപ്പൊ ആസ് കേൾക്കാണ്. എ പാരന്റ് ഞാനൊരു കോണ്ടെക്സ്റ്റില് എന്തായിരിക്കും സംഭവിക്കാന്നുള്ളത് പറയാം. നമ്മളൊരു കുട്ടീനെ പഠിപ്പിക്കാനിരുത്തണം. നമ്മളൊരു മാത്സിലെ കണക്ക് പറയണം. 3 പ്ലസ് 11 എത്രയാണ്? കണക്ക് കൂട്ട്. അപ്പൊ 3 പ്ലസ് 1 എത്രയാണ്? ഇതിങ്ങനെ നമ്മൾ ഈ പെന്നും പേപ്പറും നോക്കണ സമയത്ത് താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ മൂത്ത കുട്ടികൾ അപ്പുറത്തോട്ട് ഉമ്മ അതെന്താ? ഉമ്മ ഇതെന്താ? ഇപ്പുറത്ത് നിൽക്കണ കുട്ടി പറയും കാല് പിടിച്ച് വലിച്ചിട്ട് എന്നെ എടുക്ക് എന്നെ എടുക്ക്. അല്ല നമ്മൾ ചിലപ്പോൾ ഈവനിങ് ആണ് പഠിപ്പിക്കണം. ഡിന്നറിനുള്ള എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും. അത് പോയി നോക്കണ്ടേ എന്നുള്ള സാധനം ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ ഹോംവർക്ക് നോക്കാൻ പറ്റണില്ല. അപ്പോൾ ബാക്ക് ഓഫ് ദി മൈൻഡ് വരും. നാളെ ടീച്ചർ വോയിസ് അയക്കുമല്ലോ വാട്സപ്പിൽ. അല്ലോ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങളിപ്പോ പറയുമ്പോ നമുക്ക് ആലോചിക്കാം എന്തുകൊണ്ടാണ് അടിയിലേക്ക് വരുന്നത്? നമ്മൾ ഒന്നിലേക്കല്ല ഫോക്കസ് ചെയ്യണത്. അതെ. നമ്മൾ 5ഓ 10ഓ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യണത്. അതാ ഞാൻ പറഞ്ഞത്. അതിങ്ങനെ കുറെ വർഷങ്ങളായിട്ട് ഇത് തന്നെ കേട്ട് 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 കുട്ടികൾ എന്ത് ചെയ്താലും ഒരു മോശം വന്നു കഴിഞ്ഞാല് ചീത്ത കേൾക്കുന്ന ഉമ്മമാർക്ക് അല്ലെ അമ്മമാർക്ക് അവര് തന്നെയാണ് പിന്നെയും പഠിപ്പിക്കാതിരിക്കേണ്ടതും ലൈക്ക് ദാറ്റ്. അങ്ങനെ കുറെ ഉണ്ട്. സോ അതൊരു ഫാക്ടറാണ്. അപ്പം അവിടെ ഷൈമ തന്നെ പറ നമ്മൾ അവിടെ പോയിട്ട് വീണ്ടും ഇവരോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്നാണോ പറയണ്ടേ? അല്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. അതെ, അല്ലേ? അതെ, അതെ. I'll come to that. നമുക്ക് എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. നമുക്കിത് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. ആക്ച്വലി കുട്ടികളെ നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സ്ട്രെങ്തനിങ് പാരന്റ്സിന് കൊടുക്കുക. എസ്പെഷ്യലി മദേഴ്സ് ആണ് ഇതിലുള്ളത് എന്നുള്ളത് കൊണ്ട് മദേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു അതെ, അപ്രോച്ച്. അതെ. സോ ഇത് കേൾക്കുന്ന മദേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് യു ആർ ദി ബെസ്റ്റ് മദർ. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളെക്കാളും നല്ല ഒരു പാരന്റ് ഉണ്ടാവാൻ പോണില്ല. അതെ. സോ ആ ഒരു വിശ്വാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ മദർ ആയിട്ട് ഫാദർ ആവട്ടെ നമ്മുടെ മക്കളിനെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറം വേറൊരാളും സ്നേഹിക്കുന്നില്ല. സോ നിങ്ങൾ ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ല കാര്യം. അതിൽ കറക്ഷൻ വേണ്ടത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് വൃത്തിയായിട്ട് ചെയ്യുക. മോർ ദാൻ സൈക്കോളജിസ്റ്റ് ഡൂയിങ് ഇറ്റ് അതെ. പാരന്റ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പൊ ഈ ജെന്റിൽ പാരന്റിങ് എന്ന് പറയുമ്പം പൂവിനെ പോലെ തലോടി മാത്രം കൊണ്ട് നടക്കാൻ പാടുള്ളൂ എന്ന് പറയും. പിന്നെ ഒന്നും കാറ്റും വെളിച്ചവും കൊണ്ട് നടക്കാണ്ട് തലയിൽ വെച്ചാൽ പേനരിക്കുമോ അല്ല തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കോ അങ്ങനെ പേനരിക്കോ ഇങ്ങനെ കൊണ്ട് നടക്കണം എന്നുള്ള ഒരു സാധനം പറയുമല്ലോ. അങ്ങനെ അപ്പൊ പറയുന്നില്ല. അങ്ങനെയാണല്ലോ നമുക്ക് ഒരു ഐഡിയ വരുന്നത് എന്ന് ചിലരൊക്കെ പറയും അല്ലെ. ഒന്നിലേക്ക് എത്തിക്കാണ്ട് ജെന്റിലായി മാത്രം വളർത്തുക. ജെന്റിലായിട്ട് വളർത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എന്തുകൊണ്ടാണ് ജെന്റിലായിട്ട് വളർത്താൻ പറയണേ? എന്താണ് ഇപ്പൊ നടക്കണത്? ഓക്കെ. ഷൈമക്ക് എന്താ തോന്നണേ? ലൈക്ക് എന്താണ് ഇപ്പത്തെ പാരന്റിങ്? കുറച്ച് ഓവറാണ്. അങ്ങനെയല്ല ജെന്റിൽ പാരന്റിങ് അല്ല. സാധാരണ ഇപ്പൊ നടക്കുന്നത് അടിക്കുക, ചീത്ത പറയാ. അപ്പം പിന്നെ പാരന്റ്സ് ചോദിക്കണാണ് അതെന്താ വർക്ക് ചെയ്യണ്ടല്ലോ. അടിച്ചാ കുട്ടി ഇപ്പൊ പേടിയാണ് അടി കിട്ടുമല്ലോ അപ്പൊ പേടിയാണ് അവിടെയാണ് പോയിന്റ്. ഓക്കെ, നോട്ട് ദാറ്റ്. പേടിപ്പിച്ചാണ് വളർത്തുന്നത് അല്ലേ? അല്ലാണ്ട് അടിച്ചോണ്ട് കുട്ടികൾ നന്നാവണില്ല. അങ്ങനെ അടിച്ച് നന്നാക്കുകയാണെങ്കിൽ നമ്മൾ ഭീഷണിപ്പെടുത്തും. അങ്ങനെയാണ് തരൂല. വലിയ ആൾക്കാരനെ അങ്ങനെ നന്നാക്കണം. ഈ തെറ്റേന്നവരൊക്കെ അടിച്ചാ പോരെ. അടിച്ചാൽ ഒരാൾ നന്നാവുകയാണെങ്കിൽ ക്രിമിനൽസിനൊക്കെ അടിച്ചാ മതി. അത് നന്നാവണില്ലല്ലോ. തിരിച്ചടി കിട്ടും അല്ലേ? ഒന്നും കൂടി വേഴ്സ് ആവാനും സാധ്യതയുണ്ട്. അപ്പൊ കുട്ടികളെ നമ്മൾ തല്ലണ എന്തുകൊണ്ടാ? നമുക്ക് അടി കിട്ടൂല എന്നുള്ള ഒരു ധൈര്യം ഉള്ളതുകൊണ്ടാണ്. എക്സാക്ട്ലി. നമ്മളെ തിരിച്ചു തല്ലൂല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ തല്ലണത്. അപ്പൊ വരുന്ന ചോദ്യം പിന്നെ അത് ഓക്കെ ആവുന്നുണ്ടല്ലോ, അവര് പറഞ്ഞ കേൾക്കണുണ്ടല്ലോ. അവിടെയാണ് ഷൈമ പറഞ്ഞ പേടിയാണ്.
അതുകൊണ്ടാണ് നമുക്കൊരു കുറച്ച് വലുതായി കഴിഞ്ഞാൽ 10th ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികളെ തല്ലിയിട്ട് കാര്യമില്ല. ഇല്ലില്ല. പിന്നെ പേടി നഷ്ടമായി അല്ലേ? നഷ്ടായി. ആ പേടി നഷ്ടമായി നമ്മൾ പറഞ്ഞാൽ കേൾക്കണമില്ല. ഉം. പിന്നെ ഇപ്പം പ്രത്യേകിച്ച് ഈ കാലത്ത് കുട്ടികളെ ഏതൊക്കെ വഴിക്കാ പോണേ നമുക്ക് തീരെ പറയാൻ പറ്റാത്തൊരു കാലമാണ്. അതെ. അപ്പം ഈ അടിക്കണ പാരൻസിന്റെ അടുത്തേക്ക് പിന്നെ ഇവർ തിരിച്ചു വരുമോ? അവരുടെ മൈൻഡിൽ എന്താണ്? എന്ത് പറഞ്ഞാലും അടി കിട്ടും. ഉം. ഇപ്പൊ കള്ളം പറഞ്ഞാൽ അടി കിട്ടും. ഉം. പഠിച്ചിട്ടില്ലെങ്കിൽ ഉം. അടി കിട്ടും. സോ അടി ആ പേടി നിലനിർത്തിയിട്ട് നമുക്ക് കുറച്ചു കാലം കൊണ്ടുപോകാം. ഉം. പേടി ഇല്ലാതാവുന്നതോടുകൂടെ പറഞ്ഞാൽ അനുസരിക്കണില്ല മാത്രമല്ല, അപ്പൊ നമ്മള് ഒരടി അടിക്കുമ്പം ഇത്രയും ലോങ് ടേമിൽ ആലോചിക്കണം. യെസ്, വെരി മച്ച്. അത് എന്തുകൊണ്ടാണ് ലോങ് ടേമിൽ ആലോചിക്കണ്ടേ പറയുമ്പോൾ, ഉം. നമ്മൾ അടിക്കുമ്പോൾ എന്താണ് ബ്രെയിനിൽ സംഭവിക്കണേന്ന് ആലോചിച്ചാൽ മതി. ആഹാഹാ. പണ്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കരയാണെങ്കിൽ അവിടെ തന്നെ കരഞ്ഞോട്ടെ ഉം. എന്ന് ട്രെയിൻ ചെയ്ത ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ട് ഞങ്ങൾക്ക്. ഉം. ഉം. വളരെ സീനിയർ ആയിട്ടുള്ള പീഡിയാട്രീഷ്യൻ ആണ്. ഹി ഹാഡ് സെഡ് ഓപ്പൺലി ലൈക്ക് കരയുന്ന കുട്ടികളോട് ഇന്ന് കരയട്ടെ, ഉം. 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 കുറച്ചു നേരം കരയുമ്പോൾ റെഡി ആകും എന്ന് ഓക്കെ. പറഞ്ഞിട്ടുണ്ട്. ഒരടി വെച്ച് കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അത് ഓൾഡ് ജനറേഷനിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റഡീസ് വരുന്നുണ്ട്. ഉം. ഒരു കരയണ കുട്ടീനെ കരയാനായിട്ട് വിട്ട് കളയുമ്പോൾ ഉം. അല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ എന്താണ് ബ്രെയിനിൽ സംഭവിക്കണേ എന്നുള്ളതാണ്. ഉം. ഉം. റൈറ്റ്? നമ്മുടെ ഒരു ത്രെറ്റിനെ എന്താ പറയാ തിരിച്ചറിയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഉം. 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 നമ്മുടെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമ്മൾ പറയണില്ലേ? ഓക്കെ. ഈ അടിക്കുക എന്ന് പറയുമ്പോൾ മേല് വേദന എന്ന് പറയുന്നത് ഇറ്റ്സ് എ ത്രെറ്റ് ഓക്കെ. ഇല്ലേ? ഉം. ഉം. അപ്പൊ ത്രെറ്റ് വരുമ്പോൾ നമ്മൾ എന്താ കുട്ടികളെ ചെയ്യേണ്ടത്? ഉം. അവരെ സമാധാനിപ്പിക്കുക, സേഫ് ആക്കുക എന്നുള്ളതിന് പകരം അത് ഏറ്റവും സേഫ് ആക്കേണ്ട ആള്. ഏറ്റവും സേഫ് ആക്കേണ്ട ആളുടെ അടുത്ത് നിന്നാണ് ഇത് കിട്ടുമ്പോൾ ഉം. ഇവരെപ്പോഴും അലേർട്ട് മോഡിലാണ്. ആഹാ. ഓൾവേസ് അലേർട്ട് മോഡിലാണ്. എവിടെ നിന്നാണ് അത്? നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണല്ലോ. എവിടെ ത്രെറ്റ് ഉണ്ടെങ്കിലും അത് നമ്മൾ അറിയണം. ഉം. ഈ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ഉണ്ട്. ഉം. ഉം. ഫൈറ്റും ഫ്ലൈറ്റും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളതാണ് ഷട്ട് ഡൗൺ അല്ലെങ്കിൽ ഫ്രീസ് മോഡിലോട്ട് പോകാന്ന് പറയുന്നുണ്ട്. ഓക്കെ, മോർ ആൻഡ് മോർ സ്റ്റഡി ചെയ്യുന്നതിനനുസരിച്ച് ഈ സിസ്റ്റം ഉം. ഉം. ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഉം. അപ്പം അടി കിട്ടുന്ന ഒരു വീട് അല്ലെങ്കിൽ അടി കിട്ടുന്ന ഒരു പാരന്റ് എന്ന് പറയുമ്പോൾ ത്രെറ്റാണ്, കോൺസ്റ്റന്റ് ത്രെറ്റാണ് കൊടുക്കണത്. അപ്പൊ അത് ബ്രെയിനിൽ മാറ്റം വരുത്തുന്നതാണ് ബ്രെയിനിൽ നിങ്ങൾ മാറ്റം പറയുന്നത്. വരുത്തും. കണ്ടിന്യൂസ് ആയിട്ട് ബ്രെയിനിൽ ഉം. ഉം. ആങ്ഷ്യസ് ആയിട്ടുള്ളത് ഉം. നീ ഉം. എന്ത് പറഞ്ഞാലും അടി കിട്ടും, ഇപ്പൊ അടി കിട്ടുമോ എന്നുള്ള ആ ഒരു ഓക്കെ. പേടിയിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഉം. ഉം. വളരെ ആങ്ഷ്യസ് ആയിട്ടുള്ള അഡൾട്ട് ആയിട്ടാണ് പിന്നെ മാറിത്തീരുന്നത്. ഉം. ഉം. ഒന്നത് ഉം. ഉം. പിന്നെ റിലേഷൻഷിപ്പ് ഫുൾ ഇഷ്യൂ ആണ്. ബിക്കോസ് മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പാരന്റ്സ് ആണ്. ആ. ആ. അപ്പൊ പാരന്റുമായിട്ട് മറ്റൊരാളുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യേണ്ടതെന്ന് അവർ പഠിക്കുന്ന പാരന്റ്സിന്റെ അടുത്ത് നിന്നാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ഒന്ന് അവർക്ക് ഈ വരുന്ന അവരുടെ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ, ഉം. ഉം. രണ്ടാമത് നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്? ഉം. നമ്മളെക്കാളും വീക്ക് ആയിട്ടുള്ള ആളെ കൊണ്ട് ഉം. നമുക്ക് വേണ്ടത് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ഉം. ഫിസിക്കലി നമ്മൾ കുട്ടിക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് അല്ലേ? ഞാൻ പവർഫുൾ, ഈ വീക്ക്, അപ്പൊ എനിക്ക് എന്റെ അടുത്ത് എന്തേ കിട്ടണേ ഞാൻ എന്നെ തല്ലിയാൽ മതി. അപ്പൊ ഈ ഒരാളെ വീക്ക് ആക്കണമെങ്കിൽ അതേ കാര്യം ചെയ്താൽ മതി. ഈ കുട്ടികൾ ബുള്ളി ആവോ ഇല്ലയോ സ്കൂളിൽ? അത് നമ്മൾ കേൾക്കണ തന്നെയാണല്ലോ പിന്നെ. അതെ, ഉം. നാച്ചുറലി ബുള്ളീസ് ആവുന്നുണ്ട്. ഉം. ഉം. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് അഡൽട്ട് ലൈഫിലും പ്രശ്നങ്ങളായി വരുന്നത് അവരുടെ റിലേഷൻഷിപ്പിൽ. ഉം. ഉം. ഇപ്പൊ മാരിറ്റൽ ഡിസ്കോർഡ് ഒക്കെ കൂടി വരും. അങ്ങനെ ലോങ് ടേം എഫക്റ്റ് ആണ് ഉം. ഈ ചെറിയ നിങ്ങൾ പ്രായങ്ങൾ പറയണത് ഒരു പാരന്റ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ട് കുട്ടീനായിട്ടുള്ള ചെറിയ ചെറിയ ഇന്ററാക്ഷനിലും ഇതൊക്കെ ശ്രദ്ധിക്കും എന്നാണ് പറയണത്. ഇത്ര അറിവുണ്ടായി കഴിഞ്ഞാൽ അല്ലേ? ഓട്ടോമാറ്റിക്കലി. ഷൈമ, ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മുടെ വീട്ടില് ഉള്ള ഒരു കിണറില് നമുക്ക് ഒരേ ഒരു കിണറേ ഉള്ളൂ. അതിലത്തെ വെള്ളം ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അടുത്തൊന്നും വെള്ളം കിട്ടാനില്ലെങ്കിലും അത് ക്ലിയർലി അത് എന്താ പറയാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അവർ വന്നു ക്ലോസ് ചെയ്ത ഒരു കിണറാണ്, അത് ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കൽസ് അതിലുണ്ട് പറഞ്ഞാല് വേറെ എവിടുന്നും വെള്ളം കിട്ടാനില്ല. ഇന്ന് തന്നെ കൊടുക്കോ കുട്ടിക്ക്? ഇല്ല ഇല്ല ഇല്ല. അത് ക്യാൻസർ. അപ്പൊ അത്രയ്ക്കും ഭീകരമായിട്ടാണ് ഇതിന്റെ എഫക്ട്സിനെ മൂസിന മാഡത്തിന്റെ കണ്ണു കൂടി കാണുമ്പോ കാണുന്നത്. അതേ ഭീകരത ഒരു വശത്ത് അങ്ങനെയല്ല. അല്ല, അപ്പൊ ആ അവയർനെസ് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും, ഞാൻ നല്ല പാരന്റ് അല്ലേ എന്ന് ചിന്തിക്കും. അപ്പൊ ഞാൻ നല്ല പാരന്റ് ആവാൻ ഇത് ചെയ്യണ്ട, എന്റെ കുട്ടി കല്യാണപ്പരേന്ന് കരയാൻ പാടില്ല, അപ്പൊ ഞാൻ കരച്ചിൽ പിടിച്ച് നിൽക്കാൻ മൊബൈൽ കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പം ഇങ്ങനെ ബാക്കിൽ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഇഫ് ദർ ഈസ് നിങ്ങൾ പറഞ്ഞ മാതിരി ഇൻഫർമേഷനും അവയർനെസ്സും ഉണ്ടെങ്കിൽ വി വിൽ ചേഞ്ച് അവർ ബിഹേവിയർ എന്നാണ് നിങ്ങളെ എക്സ്പീരിയൻസ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ വഴികൾ കണ്ടെത്തും. എന്താ വെച്ചാൽ ആ വെള്ളം നമുക്ക് വേറെ എവിടുന്നും കിട്ടാനില്ലെങ്കിലും നമ്മൾ കാശ് കൊടുത്തിട്ടാണെങ്കിലും മിനറൽ വാട്ടർ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കും, എത്ര ദൂരെന്നാണെങ്കിലും, എത്ര സ്ട്രഗിൾ ചെയ്തിട്ടും. ബിക്കോസ് ദിസ് കോസസ് ക്യാൻസർ ഇത്രയും ഭീകരമാണ് എന്നുള്ളൊരു അപ്പം ആ രീതിയിൽ നമുക്ക് പാരന്റ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ
നമ്മളൊരു വഴി പറഞ്ഞു കൊടുക്കേണ്ട അതെ. ആവശ്യമില്ല. അത് അയ്യോ ഈ പറഞ്ഞതിൽ തന്നെ ബ്രെയിനിൽ ഡിഫറൻസസ് വരുന്ന പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കുട്ടികൾക്ക് കണ്ണില്, മൂക്കില്, ഉം, വായിലൊക്കെ ഉം, ഡിഫറൻസസ് വരുന്നത് ഉം, ഭയങ്കരമായിട്ട് എല്ലാവരും ഉം. കോൺഷ്യസ് ആണ്, പെട്ടെന്ന് കുട്ടികളെ എടുത്തിട്ട് ഓടും. അതിൽ ഈ ബ്രെയിനിന്റെ സാധനം വരുമ്പോ അവർക്ക് കാണാത്തോണ്ടൊക്കെ ആയിരിക്കും അല്ലേ വരുന്നത്. അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഉം. വരുന്നതും അങ്ങനെ വരുന്ന കേസസ് അടക്കം ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൽ നിന്ന് പോലും. ഉം ഉം ഈ കാഴ്ചക്കല്ല പ്രശ്നം. ആഹ് ആഹ് കണ്ണുകൾ ഓക്കെയാണ്. ഓക്കെ. പക്ഷേ ഈ കണ്ണിൽ നിന്ന് കാണുന്നത് ബ്രെയിനിന്റെ ഏത് ഭാഗത്താണോ പോയി പെടേണ്ടത് ആഹ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഓ ബിക്കോസ് ആ ഒരു ഏരിയ ബ്ലോക്ക് ആയി പോകുന്ന അവസ്ഥകള്. എന്ന് ആഹ് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞിലേ തുടങ്ങി നമ്മൾ ഏതൊക്കെ രീതിയിലാണോ സ്റ്റിമുലേഷൻ കൊടുക്കുന്നത് ഉം ആ ഉം രീതിയിലാണ് അവര് വളർന്നു വരിക. ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം തൊട്ട് ഫോൺ കൊടുക്കും. ഉം ഉം അപ്പം ഈ പറയുന്ന നമ്മളോട് സംസാരിക്കുന്നേ നമ്മളിങ്ങനെ ആക്ഷൻസ് കാണിച്ച് ഉം അതേ കാക്ക ഇതേ പൂച്ച എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഉം. അവരുടെ ക്യൂരിയോസിറ്റിനെ വളർത്തുന്നുണ്ട്. അതെ. ഇവർ കഴുത്ത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, ഉം ഉം കാണുന്നുണ്ട്, ഉം കേൾക്കുന്നുണ്ട്. എല്ലാ സെൻസ് ഓർഗൻസിനും ഉം ഉം നമ്മൾ സ്റ്റിമുലേഷൻ കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ ഉം ഇറ്റ്സ് സോ ഈസി. നമ്മൾ ഫോൺ വെച്ച് കൊടുക്കുന്നതോടുകൂടി ഉം ഈ എല്ലാ സ്റ്റിമുലേഷനും കട്ടാവാണ്. ഉം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഓട്ടിസം മാതിരിയുള്ള സിംറ്റംസും കൊണ്ടാണ് വരുന്നത്. വെർച്വൽ ഓട്ടിസം ഉം. ഭയങ്കര ഹൈ ആയിട്ടുണ്ട്. അതെ അതെ. സോ അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് എത്രത്തോളം സ്റ്റിമുലേഷൻ കൊടുത്ത് കുട്ടികളെ ഉം ഉം സ്നേഹിച്ച് വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉം ഈ പറയുന്ന കണ്ണിനോ കാതിനോ നമ്മൾ ഫോൺ കണ്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് സ്പീച്ചിന് ഡിലേ ഉണ്ടാവാം. ഉം. ഓക്കെ, ബിക്കോസ് ആ ചൂയിങ് അറിഞ്ഞ് ചൂ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ഓഹോ. മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ആഹ് ആഹ് അങ്ങനെ ഓരോ കാര്യങ്ങളും. പിന്നെ ഈ മുട്ടുകുത്തി ഓരോന്ന് പെറുക്കി തിന്നുമല്ലോ. ഈ പെറുക്കി തിന്നുമ്പോഴുള്ള നമ്മളെ ഈ ഫിംഗർ മൂവ്മെന്റ്സ്, ഉം ഉം അത് പിന്നെ മുട്ട് കുത്തുമ്പോഴുണ്ടാവുന്ന അവരുടെ മൂവ്മെന്റ്സ്, ഉം ഉം ഇതൊക്കെ ലേണിംഗ് ഡിസബിലിറ്റി ഉം ഉം. കാരണമാകുന്ന തരത്തിൽ നമ്മൾ ഇതിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന സ്റ്റഡീസ് ഉണ്ട്. ആഹ് ആഹ് ആഹ്. നമ്മൾ വാക്കറിൽ പോകുമ്പോൾ, ഉം ഉം വാക്കറിൽ ഇട്ട് കഴിയുമ്പോൾ ഉം അങ്ങനത്തെ കുറേ സ്റ്റഡീസ് ഉണ്ട്. ഉം ഉം ഉം. ഇപ്പോൾ ഭയങ്കര ഹൈ ആയിട്ട് വരുന്നതാണ് സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ. ആഹാ. അത് നമ്മൾ ആദ്യം ഓട്ടിസത്തിൽ മാത്രം കേട്ടുകൊണ്ടിരുന്നതാണ്. ഉം പക്ഷേ സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ ആയിട്ടുള്ളതുണ്ട്. ഉം. പിന്നെ കുട്ടികൾക്ക് ഈ പ്രോപ്പിയോസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഉം ഉം. പ്രാക്ടീസിൽ വരുന്നെന്നുള്ളത്. ഓക്കെ. ഈ കുട്ടികൾ എന്താ പറയാ, ഇങ്ങനെ സ്ലൗച്ച് ചെയ്തായിരിക്കുന്ന ക്ലാസ്സിൽ, ആഹ്. പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, ഉം പോകുന്നിടത്തൊക്കെ തട്ടി വീഴുന്ന ഉം 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 ഇങ്ങനത്തെയൊക്കെ. ഉം നമുക്ക് പണ്ട് ഊഞ്ഞാലുകൾ ഉണ്ടായിരുന്നു, ഉം. വട്ടം കറങ്ങുമായിരുന്നു. അതെ. ആ ചെറിയ ഗ്രോത്ത് പീരിയഡിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉം ഉം. ഈ മരത്തിൽ കയറി ചാടുന്നത്, ഇതൊക്കെയാണ് ഇവരുടെ ബോഡി എവിടെയാണ് ഇൻ റെസ്പെക്ട് ടു ദി എൻവയോൺമെന്റ്. ഇങ്ങനെയൊക്കെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. ഇപ്പം നമ്മൾ നമ്മുടെ മക്കളെ എടുത്ത് നോക്കിയാൽ ശരിക്കും ക്ലോസ് സ്പേസ് ആണ് ഉം അല്ലേ. ഉം നമ്മളൊരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാതെ ഉം. ഇവരെ ക്ലോസ് സ്പേസിലിരുത്തി ഫോണിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് പിന്നെ കുട്ടികളെ പിന്നെ നമ്മൾ കംപ്ലയിന്റ് ചെയ്യാണ് ഇവരിങ്ങനെയാണ് അങ്ങനെയാണ്. കുട്ടികളുടെ തെറ്റേ അല്ലല്ലോ. അതെ. അവർക്ക് വേണ്ട സ്റ്റിമുലേഷൻ കൊടുക്കുക, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, സ്നേഹം കൊടുക്കുക. ഇതിനൊന്നും നമുക്ക് നേരെയില്ല. കുട്ടികളുടെ തെറ്റേ അല്ല എന്നൊരു ലൈനും കൂടിയാണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലേ. പാരന്റ്സിന്റെ, സൊസൈറ്റീന്റെ, ടീച്ചേഴ്സിന്റെ ഒരു അവയർനെസ് മാറ്റി മാറ്റി കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ. പാരന്റ്സിന്റെ ഭാഗത്ത് കുറച്ച് തെറ്റുകൾ വരുന്നുണ്ട്. ബട്ട് ആഹാ. ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ് ലൈക്ക് ദേ വർ ഓക്കെ. നോട്ട് അവെയർ ഓക്കെ. എന്നുള്ളത്. ഉം സോ അങ്ങനെ ആരുടെയും തെറ്റല്ലാതെയല്ല. ബട്ട് ദർ ഇസ് ഡെഫിനറ്റ്ലി, ഉം ഉം ഷൈമ നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റിക്ക് വലിയ റോൾ ഉണ്ട് ഇതിൽ. ഉം 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 സൊസൈറ്റി ഹാസ് എ ലാർജ് റോൾ ടു പ്ലേ. ബിക്കോസ് കല്യാണ വീട്ടിൽ പോയപ്പം ഉം ഇയാൾ പറഞ്ഞ പോലെ ഉം. കല്യാണ വീട്ടിൽ പോകുമ്പോൾ കുട്ടി കരയുമ്പോൾ എല്ലാവരും ഇതായി ഉം. കുട്ടി കരയണേ എന്ന് അതിന് പറയുമ്പോൾ തിന്നാൻ കൊടുത്തോക്ക്, ആ അതിന് വെള്ളം കൊടുത്തോക്ക്, അതിന് കുപ്പായം ഉരുട്ടെടുത്തോക്ക്. അതാ. അപ്പൊ ഏറ്റവും എളുപ്പം ഉം. ഫോൺ കൊടുക്കലാണ്. ആ. ട്രെയിൻ ജേർണിയിലാണ് ഇത് കൂടുതൽ ഞാൻ കാണലുള്ളത്. ഉം. രാത്രിയൊക്കെ ആകുമ്പോൾ കുട്ടികൾ കരയുമ്പോഴേക്കും അതൊന്ന് എങ്ങനെയെങ്കിലും ഹെയ്ഷ് ഒഷ് എന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുമ്പോൾ ഇവർ ഫോൺ കൊടുക്കും. ഉം ഉം. അതേസമയം കുട്ടികളാകുമ്പോൾ കരയൂലേ. കുട്ടികളാവുമ്പോ കരയും. ആ അപ്പം ഈ സൊസൈറ്റി ഈസ് പ്രഷറൈസിങ് ദ പാരന്റ്സ് ഈ ഫോൺ കൊടുക്കാനായിട്ടും. ഉം. അപ്പം അപ്പൊ അവിടെ ഒരു ലെവൽ ഓഫ് കരച്ചിൽ ഇസ് ഓക്കെ. യെസ് ഒരു പക്ഷെ ആ കരച്ചിൽ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യണം. ഉം യെസ്. ഉം കരച്ചിൽ എവിടെയാണ് ഓക്കെ എന്ന് കരയാൻ വിടരുത് എന്നുള്ളതല്ല. ഉം ഉം അപ്പം ആ കുട്ടികളോട് സംസാരിക്കുക, ആ കുട്ടികളുടെ കൂടെ നിൽക്കുക, എന്താണ് അവരുടെ നീഡ് എന്ന് ഉം നോക്കുക. ഉം 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 അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. ഉം. സോ കുട്ടികളുടെ എല്ലാ ബിഹേവിയറും എന്തെങ്കിലും നീഡിനെ കാണിക്കണയാണ്. ഈ ചീറിക്കരയുന്ന കുട്ടികൾക്കും ഒരു നീഡ് ഉണ്ടാവും. അപ്പൊ ആ നീഡിനെ അറ്റൻഡ് ചെയ്ത് കഴിയുന്നതോടുകൂടെ ആ പ്രശ്നം അവിടെ സോൾവ് ആവുന്നുണ്ട്. അപ്പൊ വരുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഈ നീഡ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഉം ഉം ആ നീഡ് ഐഡന്റിഫൈ ചെയ്യാനും അറ്റൻഡ് ചെയ്യാനും മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഉം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓക്കെ. പാരന്റിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു മദർ അല്ലെങ്കിൽ പാരന്റ് എന്നുള്ള രീതിയിൽ നീഡ് എന്ന് പറയുമ്പം ഉം. നമ്മളിപ്പം എന്തായിരിക്കും അർത്ഥമാക്കുക? ആവശ്യം എന്നാണോ അല്ലെങ്കിൽ അത്യാവശ്യം? Right. ആ ഒരു പിക്ചർ വരണല്ലോ നീഡ് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുമ്പോ. ഉം. ഉം. ബേസിക് നീഡ് ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ് ഉം. എന്നുള്ളത് ഉം 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 നീഡ് ഫോർ സേഫ്റ്റി ആൻഡ് ബിലോങ്ങിങ്നെസ് എന്നാണ്. ഉം. നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന ഉം. സ്പീഷീസ് അല്ല നമ്മൾ. ഓക്കെ. നമുക്ക് എപ്പോഴും ആളുകൾ വേണം. സോഷ്യൽ ബീയിങ് ആണ്. ഉം.
കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആളുകളും വേണം. ആൻഡ് ദേ ഷുഡ് ബി ഫീലിംഗ് സേഫ് ആൻഡ് സെക്യൂർ. ഓക്കെ. സേഫ്റ്റി എന്നുള്ള ഒരൊറ്റ വാക്കുകൾ മാത്രം പഠിച്ചാലും മതി. ഓക്കെ. ടു ഗിവ് ദാറ്റ് സേഫ്റ്റി ടു ചിൽഡ്രൻ ആണ് പാരൻസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പാരന്റ്സ് ഇപ്പം സേഫ്റ്റി റെസ്പോൺസിബിലിറ്റി. എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഇത്ര വലിയ വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയില് ജീവികളും ജന്തുക്കളും ഒന്നും ഇല്ലാണ്ട് കുട്ടികൾ സേഫ് ആയിട്ടല്ലേ ജീവിക്കണത്. റൈറ്റ്. അപ്പൊ അതാണ് സേഫ്റ്റിന്റെ വാക്ക് കേൾക്കുമ്പം കിട്ടും. തോന്നാം. നിങ്ങൾ ഉദ്ദേശിക്കുമ്പോ സേഫ്റ്റി എന്ന് പറയുമ്പോ മാഡം പറയണത് ഉള്ളില് നമുക്ക് നമ്മുടെ കൂടെ ഒരാളുള്ളത് കൊണ്ട് ഇന്റേർണലി ഇന്നർ സേഫ്റ്റി എന്നുള്ളത്. ആ സേഫ്റ്റിനേക്കാളും നമുക്ക് ഈ ഡാനിയൽ സീഗൽ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. സോ അദ്ദേഹം 4 എസിനെ കുറിച്ച് പറയുന്നുണ്ട്. സേഫ്റ്റി മാത്രമല്ല, സീ, സൂത്ത്, സേഫ്, സെക്യൂർ. ഈ 4 ഏതൊരു പാരന്റിന്റെയും ബേസ് ആയിട്ടുള്ളത്. റൈറ്റ്. സോ ഏതൊരു ബിൽഡിങ്ങിന്റെയും നമ്മളെ ബേസ് റെഡിയാക്കി കഴിഞ്ഞാൽ, ഫൗണ്ടേഷൻ റെഡിയാക്കി കഴിഞ്ഞാൽ, അതിന്റെ മേലെ വരുന്നത് പിന്നെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് പിന്നെ തീർത്ത് പോകാം. വേറെ ബേസ് സെറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്യൂ ആണ്. സോ മോസ്റ്റ് കേസസ് നമ്മൾ ബേസിൽ തന്നെയാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ഈ 4 എസിനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ സേഫ്റ്റി എന്താന്ന് കുറച്ചുകൂടി മനസ്സിലാവും. ഒന്ന് എന്നുള്ളത് സി എന്നാണ്. നമ്മൾ ചോദിക്കും കുട്ടികളെ, ഇത് പാരൻസിനോട് ഉള്ള ഒരു ടിപ്പായിട്ടാണെങ്കിൽ എടുക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികളെ കാണുന്നില്ലേ എന്ന് ചോദിക്കും. ആക്ച്വലി എസ്പെഷ്യലി ദീസ് ഡേയ്സ് എത്ര പാരൻസ് കുട്ടികളെ കാണുന്നുണ്ട്? നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്ന കണ്ണോണ്ട് കുട്ടീനെ കാണുന്ന പാരന്റ്സ് അല്ലേ? അതടക്കം റൈറ്റ്. പല പാരൻസും നേരത്തെ പോവുകയാണ്, നേരം വൈകി വരികയാണ്. റൈറ്റ്. എത്ര നേരാണ് കുട്ടീനെ കാണുക എന്നുള്ളത്, അത് ആ ഫിസിക്കൽ സീയിങ് തന്നെ നടക്കുന്നില്ല. രണ്ടാമത് നമ്മൾ പറയില്ലേ, ഒരു കുട്ടീനെ കാണുമ്പോൾ ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇന്ന് രാവിലെ മക്കളെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, ഇന്ന് അവർ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഏതാ? റൈറ്റ്. അപ്പൊ ഇതൊന്നും നമ്മൾ എപ്പോഴും കണ്ടോണ്ടിരിക്കേണ്ട കാര്യമുള്ളതല്ല, ഏത് ഡ്രസ്സ് ഇട്ടു എന്നുള്ളത്. പക്ഷെ ആ കുട്ടീന്റെ നീഡിനനുസരിച്ച് കാണാൻ നമ്മൾ ശരിക്കും കാണുന്നുണ്ടോ? ജസ്റ്റ് നോക്കുക എന്നുള്ളതല്ല, കാണുക എന്നുള്ളത്. റൈറ്റ്. കുട്ടീന്റെ ആവശ്യങ്ങള്, അല്ലെങ്കിൽ കുട്ടീന്റെ മൂഡ്, ഏത് മൂഡിലാണ് കുട്ടി ഇപ്പോൾ ഉള്ളത്. ഉമ്മീന്ന് വിളിച്ച് വരുന്ന സമയത്ത് എനിക്ക് നേരമില്ല എന്ന് പറയുന്നതിന് പകരം ജസ്റ്റ് ലുക്ക് അറ്റ് ദ ചൈൽഡ് ആൻഡ് ജസ്റ്റ് സീ ദ ചൈൽഡ് എന്നുള്ളത്. അപ്പം ചെറിയ കുട്ടീനെ അടക്കം നമ്മൾ കാണുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ളത് സൂതിങ് ആണ്. സൂതിങ് എന്ന് പറഞ്ഞാൽ സമാധാനിപ്പിക്കുക എന്ന് പറയും അല്ലേ? നമ്മൾ കുഞ്ഞു കുട്ടികളിനെയൊക്കെ നമ്മൾ കയ്യിലെടുക്കുമ്പം പഴമക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ കുട്ടീനെ എപ്പോഴും എടുത്ത് ശീലാക്കണ്ട. കഴിച്ചൂട് പഠിച്ചാ പിന്നെ കുടുങ്ങും. കഴിച്ചൂട് പഠിച്ചാ പിന്നെ കൊടുങ്ങും, കുട്ടി അവിടെ കിടക്കില്ല പറയും. എത്ര നാള് നമ്മൾ കുട്ടികളെ ഇങ്ങനെ കയ്യിലെടുത്തോണ്ടിരിക്കും? മാക്സിമം ഒരു 3 വയസ്സ് 4 വയസ്സ് വരെ അല്ലേ? ആ സമയത്ത് എടുക്കണം, അവരെ സൂത് ചെയ്യണം. കരയുന്ന കുട്ടികൾ അവിടെ കുറച്ചേരം കരയട്ടെ, ശീലായിക്കോളുന്നല്ല. അവരെ എടുത്ത് നമ്മള് ഇങ്ങനെ നെഞ്ചത്തേക്ക് വെച്ച് സമാധാനിപ്പിക്കില്ലേ? ദാറ്റ് ഈസ് സൂതിങ് അല്ലേ? ഇത് ബേസിലാ ഞാൻ പറയുന്നത്. കാരണം കുഞ്ഞ് ലൈക്ക് ബിഫോർ ദേ ആർ 3 years of age, അവർ ജനിച്ച സമയം മുതൽ കുട്ടികളെ നമ്മൾ കാണുക, കണ്ണിൽ നോക്കുക, കളിക്കുക. ആൻഡ് ദെൻ അവർക്ക് ആവശ്യം വരുമ്പോൾ, അവർക്ക് ഡിസ്ട്രെസ് ഫീൽ ചെയ്യുമ്പോൾ, അവർക്ക് എന്തെങ്കിലും കരച്ചിൽ കാണിക്കുകയാണെങ്കിൽ എടുക്കുക, താലോലിക്കുക. അങ്ങനെയുള്ളതാണ് ഈ പറയുന്ന സൂതിങ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ എസ് എന്ന് പറയുന്നത് സേഫ്റ്റി എന്ന് പറയുന്നത്, ഈ പറഞ്ഞ വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ സേഫാണ്. വെയിലില്ല, മഴയില്ല. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ കൊടുക്കണ ഇമോഷണൽ ആയിട്ടുള്ള സേഫ്റ്റി. നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരാളടുത്തേക്ക് നമുക്ക് പോകാൻ വി ഫീൽ സേഫ്. സ്കൂളിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മക്കള് അയ്യോ വീട്ടിൽ പറയരുതേ എന്നാണോ പറയാ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉപ്പാനെ വിളി അല്ലെങ്കിൽ ഉമ്മാനെ വിളി എന്നാണോ പറയാ? അവിടെയാണ് നമ്മൾ സേഫ്റ്റി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ പറയണത്. ഈ കള്ളം പറയുന്ന കുട്ടികൾ കൂടുതലും ഇവർ എന്തുകൊണ്ടാണ് കള്ളം പറയണേ? സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നമാണ്, വീട്ടിലെ പ്രശ്നമാവും. അപ്പം ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കുട്ടികളാകുമ്പോൾ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, സ്കൂളിലാവട്ടെ വീട്ടിലാവട്ടെ. അപ്പൊ അതിനൊക്കെ നമ്മൾ വഴക്ക് പറഞ്ഞ് നമ്മൾ ഒട്ടും സേഫ് അല്ലാത്ത പാരന്റ്സ് ആയി മാറുകയാണ്. റൈറ്റ്. അപ്പൊ ആ സേഫ്റ്റി, ദേ ഡോണ്ട് ഫീൽ ദാറ്റ് സേഫ്റ്റി. ഈ 3 എസും ചേർന്നതാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് സെക്യൂർ അറ്റാച്ച്മെന്റ്. നമ്മൾ പറയുന്ന അറ്റാച്ച്മെന്റിലൊക്കെ ഉണ്ടാവണേ വളരെ സെക്യൂർ ആണ്. ആ റിലേഷൻഷിപ്പിൽ നമ്മൾ സെക്യൂർ ആണ്. ഐ ക്യാൻ ഓൾവേസ് ട്രസ്റ്റ് മൈ പാരൻസ്, ദേ വിൽ ബി ദെയർ ഫോർ മീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റി. ആൻഡ് ഞാൻ എങ്ങനെയാണോ എന്നെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്, ആ സെൽഫ് വർത്ത് ഒക്കെ സെക്യൂരിറ്റിയിൽ വരുന്നതാണ്. അപ്പം ഈ സാധനങ്ങൾ നമുക്ക്
മക്കൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ബേസ്. ഓക്കെ. ബാക്കി ഉണ്ടാവുന്ന ഇതുകൊണ്ടെല്ലാം ആയിന്നൊന്നുമല്ല. നമുക്ക് ഇനി ഇഷ്യൂസ് ഉണ്ടാവാം. സ്കൂളിൽ പഠിക്കുമ്പം പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. ഉം. അത് മാത്രമല്ല ഓരോ കുട്ടികളും ഓരോ പോലെ ആയിരിക്കും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു പാരന്റ് ഇങ്ങനെ ഒരു ടിപ്സ് കേട്ട് കഴിയുമ്പോൾ പാരന്റ് ഇപ്പം 3S സി, ഉം. സൂത്ത്, സേഫ്റ്റി, സെക്യൂരിറ്റി 4S കേട്ടിട്ട് വിചാരിക്കുകയാണ് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കുമോ? ഉം. ഞാൻ അത്ര കേപ്പബിൾ ഒന്നും അല്ലല്ലോ. ഉം. എനിക്ക് പറ്റുമോ? അപ്പം നിങ്ങള് ആസ് എ സൈക്കോളജിസ്റ്റ്, ആസ് എ ചൈൽഡ് സൈക്കോളജിസ്റ്റ്, നിങ്ങളെ അടുത്ത് വന്ന ക്ലയൻസിന്റെ അടുത്ത് ഇതുപോലത്തെ സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇഫ് ഉം. യു ക്യാൻ, നിങ്ങൾ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് പാരന്റ്സിന്റെ അടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ അവരങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള വില്ലിങ്നെസ് കാണിക്കണവരും ഈ ചേഞ്ച് ചെയ്യണവരാണ്. പറയുന്നതിൽ സേഫ്റ്റി സെക്യൂരിറ്റിയാണ് കുറച്ചൊരു കൺഫ്യൂഷൻ വരിക. ഇതെന്താ ഉദ്ദേശിക്കണേന്ന്. സീയിങ് എന്നുള്ളത് ഈസി അല്ലേടോ. ഓക്കെ. കുട്ടീനെ കാണുക. ഞാൻ ചോദിക്കണ പാരന്റ്സിന് ഇത് കേട്ട് കഴിഞ്ഞാൽ ദേ ആർ റെഡി ടു പ്രാക്ടീസ് ആൻഡ് രണ്ട് ടൈപ്പ് പാരന്റ്സും ഉണ്ട്. രണ്ട് ടൈപ്പ് പാരന്റ്സും ഉണ്ട്. ചിലർ എന്ത് പറഞ്ഞാലും ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ബാക്കിയുള്ളവർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. രണ്ട് ടൈപ്പ് പാരന്റ്സും ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യണവര് they see results immediately. ഓഫ് കോഴ്സ് ഇമ്മീഡിയറ്റ് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ സീയിങ്ങിലില്ലേ, പലപ്പോഴും ഐ ഹാഡ് വൺ ക്ലയന്റ്, അവർ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ എപ്പോഴും കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പം ഷീസ് ലൈക്ക് ഞാൻ ഫുൾ ടൈം ഉണ്ട്, ഞാൻ ജോലിക്ക് പോകണില്ല, ഞാൻ ലീവ് എടുത്തിരിക്കുകയാണ്. കുട്ടിക്ക് എത്ര 6 മാസം 7 മാസം അങ്ങനെയുള്ള ഒരു പ്രായം. അപ്പം കുഞ്ഞിന് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പൊ കുഞ്ഞിന് ഈ പാമ്പേഴ്സ് മാറ്റി കൊടുക്കുക, കിടക്കുക ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ മൈൻഡ് വേറെ എവിടെയെങ്കിലും ആണോ ചോദിച്ചപ്പോൾ ഷീ സെഡ് അത് ലൈക്ക് ഷീ ഹാസ് സം ഇഷ്യൂസ്, വേറെ ഇഷ്യൂസ്. അപ്പൊ അതിനെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുന്നുണ്ട്, കാണുന്നില്ല. നോക്കലല്ല കാണൽ. കാണണം, മനസ്സുകൊണ്ടും കാണണം. അയാളെ അവിടെ നമുക്ക് അത് പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ കരയാണെങ്കിലും നമ്മളത് നോക്കും. പക്ഷെ അത് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അത് കാണുന്നത്, പരിഗണിക്കുമ്പോൾ. അങ്ങനെ അത് പാരന്റ്സിനെ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ ചെയ്യുമ്പോൾ കുട്ടിയുടെ മുഖത്ത് നോക്കണം, ചിരിക്കണം എന്നൊക്കെ പറഞ്ഞു, അത് ഈസിയാണ്. സൂതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത്രയും നാൾ കേട്ടിട്ടുള്ളത് കുട്ടികൾ കരയട്ടെ, അതങ്ങനെയല്ല. നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സൂത് ചെയ്യാം. സൂതിങ് കുറച്ച് പ്രായം കൂടുതലാണെങ്കിലും ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ്. ഈ പ്രായത്തിൽ നമുക്ക് പോലും ഒരു പ്രയാസം വരുമ്പോ ഒരാൾ സാരില്ല എന്ന് പറയുന്നതിൽ കിട്ടുന്ന ഒരു സമാധാനം ഇല്ലേ, അത് ഏത് പ്രായത്തിലും ചെയ്യാലോ. അതേത് പ്രായത്തിൽ ചെയ്യാം. ചെറുപ്പത്തിൽ ഈസി ആയിരിക്കും. ഒരു പ്രായമായാലും ആ കൈ തട്ടില്ല. കുഞ്ഞിലേ തുടങ്ങിയതുണ്ടെങ്കിൽ കൈ തട്ടില്ല. ഇനി കുഞ്ഞിലേ ഇത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിന്റെ അടുത്ത സ്റ്റെപ്പിൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഫാമിലി. ഓരോ ഫാമിലി, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ചിൽഡ്രൻ. ഒരേ ഫാമിലിയിലുള്ള പല കുട്ടികൾ പല സ്വഭാവമായിരിക്കില്ലേ. അപ്പൊ ആദ്യത്തെ കുട്ടീനൊക്കെ ഒരു ഏകദേശം വളർത്തി വലുതാക്കി നമ്മൾ ഭയങ്കര ഓക്കെ വിചാരിക്കുമ്പോഴാണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടാമത്തെ കുട്ടി വരുന്നത്. അപ്പൊ ആദ്യത്തെ ഒന്നും അവിടെ വർക്ക് ചെയ്യില്ല. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഓരോ കുട്ടികളും ഡിഫറെന്റ് ആയിരിക്കും. ഓരോ കുട്ടികളുടെ അടുത്തുള്ള അപ്രോച്ച് നമ്മൾ ഡിഫറെന്റ് ആയിരിക്കണം. പക്ഷെ എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുമ്പോൾ പാരന്റ്സിന് തന്നെ ശരിയാണ്, എന്നെ അന്ന് ഇങ്ങനെ ഇതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരോട് കളിക്കാൻ, അപ്പൊ ഞാൻ പോയില്ല, കുറച്ചു നേരം പോയി ഇരുന്ന് കൊടുത്താൽ റെഡിയാവും, അവരിങ്ങോട്ട് പറയും. സോ അത് പറയും. ഇവരിങ്ങനെ സ്കൂളിൽ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, എപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവള് തന്നെ പഠിക്കട്ടെ, അവൾ ഒറ്റയ്ക്ക് പഠിച്ചാലല്ലേ എന്ന് വെച്ചിട്ടാ ഞാൻ കൂടാത്ത, എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ പാരന്റ്സ് ഉണ്ട്. അവൾ ഒറ്റയ്ക്ക് എന്തായാലും പഠിക്കും, നമ്മളും ജസ്റ്റ് കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ള മാത്രമാണ്. റൈറ്റ്. സോ ഇറ്റ്സ് ലൈക്ക് സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, സ്കൂൾ തിരിച്ചു വരുന്ന കുട്ടിക്ക് നമ്മൾ മിണ്ടാതെ ശ്രദ്ധിക്കാണ്ടൊക്കെ നിന്നത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മിണ്ടാനും ശ്രദ്ധിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നമ്മളായിട്ട് സംസാരിക്കാനും അപ്രോച്ച് ചേഞ്ച് ചെയ്താൽ കുട്ടികൾ അതുപോലെ വന്ന് നിന്നോളൂ. അതെ, അതാണ് കുട്ടികളുമായിട്ടുള്ള ബോണ്ട് ആൻഡ് കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ സേഫ്റ്റി ഓട്ടോമാറ്റിക്കലി വരും. നമുക്കിങ്ങനെ സേഫ്റ്റി കൊടുക്കാം. നമ്മളിപ്പം ഇതിപ്പോ ഈ വീഡിയോ കേൾക്കണത് വരെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ പാരന്റ്സ് എന്താ അത് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, എന്താ അത് വേണ്ടാത്ത വാക്ക് പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന പാരന്റ്സ് അല്ലോ അങ്ങനെ പറയാൻ പാടില്ലല്ലോ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ എന്നാലോചിക്കും. അപ്പം ആയിക്കോട്ടെ ഞാൻ ഇനി മാറ്റിയിട്ട് എന്തും കേൾക്കാൻ നിക്കാന്ന് പറയുമ്പോ കുട്ടി ഓൾറെഡി ഇനി ഞാൻ പറയൂല എന്നുള്ള സാധനം വെച്ചിട്ടുണ്ടാവും. അതില് ഒറ്റയടിക്ക് പാരന്റ്സ് അങ്ങനെ മാറുമൊന്നുമില്ല. ഇത് കേൾക്കുമ്പോഴേക്ക് പോയിട്ട് ഇനി ഞാൻ മാറട്ടെ അങ്ങനെ വിചാരിക്കൊന്നുമില്ല. പക്ഷേ നമുക്ക് ചെറിയ ചെറിയ സന്ദർഭങ്ങളിൽ ഓർമ്മ വരും, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്, നമ്മളായിട്ടൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ നമ്മളല്ല എക്സ്പേർട്ട്. ഓരോ പാരന്റും ഡിഫറെന്റ് അല്ലേ, ഓരോ ഫാമിലി സിസ്റ്റം ഡിഫറെന്റ് അല്ലേ. അപ്പൊ ചിലപ്പോൾ മദർ പറയുന്ന കേൾക്കാത്ത ഫാദർ ഉണ്ടാവും ആസ് പാരന്റ്സ്, ഫാദർ പറയുന്ന കേൾക്കാത്ത മദർ ഉണ്ടാവും. അപ്പം ആ ഒരു ഡൈനാമിക്സിൽ എങ്ങനെയാണ് ഇതിന് വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ മനസ്സിലാവും. യു ഹാവ് ടു ട്രസ്റ്റ് ദാറ്റ് പാരന്റ് ഓൾസോ. നമ്മളിങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ they'll start thinking about another different approach of parenting. ഇതും വർക്ക് ചെയ്യും.
ശരിക്കും ബിക്കോസ് ഇതുവരെ കേൾക്കണത് കുട്ടികളെ തല്ലിയാലേ നന്നാവുള്ളൂ എന്ന് മാത്രം കേട്ട് 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 പോണല്ലേ. നമ്മൾ വേറൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കൺസിഡർ ചെയ്യാലോ. അതെ അതെ പിന്നെ ഷമി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണേ, അപ്പൊ പല പേരൻസും ചോദിക്കും തല്ലാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, കുട്ടികളെ അങ്ങനെ ഒരു അതുകൊണ്ട് വഷളാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പേരൻസ് ആണ് കുട്ടികളെ വഷളാക്കുന്നത്, വേണ്ടെന്ന് മുഴുവൻ വാങ്ങിക്കൊടുത്തിട്ട്. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. ബൗണ്ടറീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജെന്റിൽ പാരന്റിങ്ങിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ബൗണ്ടറീസ് ആണ്. നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഫോർ എ ഫാമിലി വാല്യൂസ് അനുസരിച്ചിരിക്കും. അതങ്ങനെ തന്നെയാണ്. 8 മണിക്ക് ശേഷം നോ സ്ക്രീൻ, അല്ലെങ്കിൽ ഒരു ദിവസം 30 മിനിറ്റ്സ് ടു 40 മിനിറ്റ്സ് ആണ് സ്ക്രീൻ ടൈം ഇവിടെ. അതങ്ങനെ തന്നെയാണ്. അത് കുട്ടി കരഞ്ഞാലും നിലത്ത് കിടന്ന് ഉരുണ്ടാലും ഇല്ല. ആ കരയുന്നതിനും നിലത്ത് കിടന്ന് ഉരുളുന്നതിനും നമുക്ക് വേറെ സൊല്യൂഷൻ ഉണ്ട്. യു ക്യാൻ ഗോ, ആ കുട്ടീൻ്റെ കൂടെ ഇരുന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ. വേറൊന്ന്, ഈ കുട്ടികളോട് നേരത്തെ പറയണം എന്നുള്ളതാണ്. ഇവിടെ ഇതാണ് റൂൾസ്, ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മളും അതുപോലെ ആവണം. നമ്മൾ കണ്ടാണല്ലോ കുട്ടികൾ വളരുന്നത്. നമ്മൾ ഫുൾ ടൈം ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നിട്ട് നോ ഫോൺ ഫോൺ പറയാൻ എന്ന് പറയും. അപ്പൊ എന്നാ പുറത്ത് കളിക്കട്ടെ, പുറത്ത് കളിക്കാനും പറ്റില്ല. പിന്നെ എന്താ ചെയ്യണ്ടേ, പോയിരുന്ന് പഠിക്ക്. അത് വർക്ക് ചെയ്യില്ല, അങ്ങനെ വർക്ക് ചെയ്യില്ല. ഈ പുറത്തേക്ക് വിടില്ല, ഫോൺ നോക്കാൻ കൊടുക്കില്ല, TV കൊടുക്കില്ല, എന്ത് ചെയ്യണ്ടേ, പഠിക്ക്. അല്ലെങ്കിൽ ഈ അവരോട് എന്താ പറയാ, സിബ്ലിങ്സിന്റെ കൂടെ കളിക്ക്. അത് വർക്ക് ചെയ്യില്ല. കുറച്ച് വർക്ക് നമ്മളെ ഭാഗത്തുനിന്ന് വേണം. പാരന്റ്സ് ഹാവ് ടു പുട്ട് ഇൻ ലിറ്റിൽ ബിറ്റ് ഓഫ് എഫേർട്ട്. ഈ ചെറിയ യങ് ആയിരിക്കുമ്പോൾ നമുക്ക് ഈസിയാ ഇത് കുറച്ചുകൂടി ചെയ്യാൻ. അതങ്ങ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പാരന്റ്സ് കൂടുതൽ പറയണം പ്രൊവൈഡിങ് ഇസ് മൈ മോസ്റ്റ് എന്റെ എഫേർട്ട് എന്നുള്ളതാണ്. പാരന്റ്സ് പ്രൊവൈഡിങ് ഓൺലി ഫിസിക്കൽ നീഡ്സ് ആണ് പാരന്റ്സ് നോക്കണത്. എല്ലാം വാങ്ങിക്കൊടുത്തില്ല, എല്ലാം വാങ്ങിക്കൊടുത്തില്ല. ദി ഐഡിയ ദാറ്റ് ഫിസിക്കൽ നീഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇമോഷണലി മെന്റൽ ഹെൽത്തിലേക്കും കൂടി പ്രൊവൈഡ് ചെയ്യാനും കൂടി നിങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്നുള്ളൊരു ഐഡിയ ആണ് നമ്മൾ കൂടുതലും പാരന്റ്സിന്റെ അടുത്ത് അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെ അതെ അതെ. സോ കുട്ടികളുടെ കൂടെ ഉണ്ടാവുക, അവരുടെ ആ ഗ്രോയിങ് ഇയേഴ്സ്, ആദ്യത്തെ 3 ഇയേഴ്സ് നമുക്ക് നല്ല സ്ട്രോങ് ബേസ്, എന്നാൽ കുട്ടി ജനിച്ച് 3 വയസ്സ് വരെയുള്ള കാലത്തിൽ സ്ട്രോങ് ബേസ് കൊടുത്താൽ അവിടെ നിന്ന് അങ്ങോട്ട് ഈസിയാ. ഈ പറഞ്ഞാൽ കേൾക്കണില്ല എന്നൊക്കെ ഉള്ളത് പറഞ്ഞാൽ കേൾക്കും. ബിക്കോസ് അവരുടെ കൂടെ നമ്മൾ ഉണ്ടായിരുന്നു, അവർ പറയുന്ന നമ്മൾ കേട്ടിരുന്നു. അപ്പൊ നമ്മൾ പറയണ അവർ കേൾക്കുന്ന ഒരു ലൈഫിലേക്ക് കുട്ടികൾ വളർന്നായി വരും. അപ്പൊ ഇപ്പം സം പാരന്റ്സ് മൈറ്റ് ബി തിങ്കിങ് എന്റെ മക്കൾ വളർന്നു പോയല്ലോ. ഗുഡ് ന്യൂസ് ഇസ് നമുക്ക് ഏത് ടൈമിലും യു ക്യാൻ ആക്ച്വലി ബ്രിങ് ദ ചൈൽഡ് ബാക്ക്. അപ്പം വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി എഫേർട്ട് എടുക്കേണ്ടി വരും. കുഞ്ഞിലെ നമുക്ക് ചിലപ്പോൾ ഒരു 3 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതിയാവും. അതേ എഫേർട്ട് കുറച്ച് വലുതാകുമ്പോൾ ഒരു 30 മിനിറ്റ്സ്. ഓരോരോ പ്രായത്തിനനുസരിച്ച് അതിന്റെ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും. ആൻഡ് റിപ്പയർ ചെയ്യാന്നുള്ളതാണ്. റപ്ചർ ഉണ്ടാവും, മീൻസ് റിലേഷൻഷിപ്പിൽ അടി ഉണ്ടാവാം, വഴക്കുകൾ ഉണ്ടാവാം, ഡിസഗ്രിമെന്റ്സ് ഉണ്ടാവും. സോ റപ്ചർ ഉണ്ടാകാം, യു ഹാവ് ടു റിപ്പയർ. വി ക്യാൻ മോഡൽ, നമ്മൾ മോഡൽ ചെയ്യുക, സോറി പറയാ, ഓ ഐനോ അതെന്നോട് അറിയാണ്ട് അങ്ങനെ അപ്പത്തൊരു ദേശത്തിന് പറഞ്ഞ സോറി എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യുക. ആൻഡ് ലൈക്ക് ഐം റിയലി സോറി, ഐ ഹർട്ട് യുവർ ഫീലിങ്സ് എന്ന് പറയുന്നതിന് എന്താണ്, ടു ചൈൽഡ് അല്ലേ, ഭയങ്കര എഫർട്ടാണ്. പക്ഷെ ദാറ്റ് ക്യാൻ ബി ഡൺ എന്നുള്ളതാണ്. ദിസ് ഓൾവേസ് 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 ഹോപ്പ്, റൈറ്റ്, ഫോർ എത്ര വലുതായാലും, എത്ര വലിയ കുട്ടികൾ എത്ര വലുതായാലും വി ക്യാൻ ഓൾവേസ് കണക്ട് ബാക്ക് വിത്ത് ദം. പാരൻസിനും കുട്ടികൾക്കും കണക്ട് ചെയ്യാനുള്ള വിൻഡോ ഇസ് ഓൾവേസ് ഓപ്പൺ ആൻഡ് ദിസ് ഓൾവേസ് ഹോപ്പ്. സോ താങ്ക് യു മുസന്ന മാഡം. ഭയങ്കര എൻലൈറ്റനിങ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് നിങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. വ്യൂവേഴ്സിന് മനസ്സിലാവുണ്ടാവും. ഇപ്പം മാഡം നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് പലതും ഇപ്പം ബേസിക് ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യു ആസ് എ പാരന്റ് നിങ്ങൾ സ്നേഹിക്കണ പോലെ കുട്ടീനെ വേറെ ആരും സ്നേഹിക്കില്ല. ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ കേൾക്കേണ്ടി വരുമ്പോൾ എത്രത്തോളം ഈസാണ് ഉള്ളിൽ ഫീൽ ചെയ്യണത്, ഗിൽട്ട് അല്ല വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ. സോ നമുക്ക് മുസന്ന മാഡത്തിന് താങ്ക്സ് പറയുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. And thank you for the opportunity so that I can share these thoughts with a lot of viewers. And thank you all for watching.